ഇന്ത്യ ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട രാജവംശങ്ങളും സ്ഥാപകരും പ്രധാനപ്പെട്ട കൃതികളും എങ്ങനെയാണെന്ന് നോക്കാം. മഹാജനപദങ്ങൾ നിലവിലുണ്ടായിരുന്ന കാലഘട്ടം BC 6-ാം നൂറ്റാണ്ട്. മഹാജനപദങ്ങൾ നിലവിലുണ്ടായിരുന്ന കാലഘട്ടം BC 6-ാം നൂറ്റാണ്ട്. കാകവർണ്ണൻ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? കാലശോകൻ. കാകവർണ്ണൻ എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? കാലശോകൻ. മൗര്യ രാജവംശത്തിന് മുമ്പ് മഗധ ഭരിച്ചിരുന്ന പ്രസിദ്ധമായ രാജവംശം ഏതാണ്? നന്ദരാജവംശം. മൗര്യ രാജവംശത്തിന് മുമ്പ് മഗധ ഭരിച്ചിരുന്ന പ്രസിദ്ധമായ രാജവംശം ഏതാണ്? നന്ദരാജവംശം. നന്ദരാജവംശം സ്ഥാപിച്ചാരാണ്? മഹാപത്മനന്ദൻ. ഇന്ത്യയിൽ ആദ്യത്തെ രാജവംശം ഏതാണ്? ഹരിയങ്ക രാജവംശം. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ രാജവംശം ഏതാണ്? ഹരിയങ്ക രാജവംശം. സ്ഥാപകനാരാണ്? ബിംബിസാരൻ. ശ്രേണികൻ എന്നറിയപ്പെട്ട രാജാവാരാണ്? ബിംബിസാരനാണ്. ഓർമ്മിക്കണം, ശ്രേണികൻ എന്നറിയപ്പെട്ട രാജാവാരാണ്? ബിംബിസാരൻ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പുത്രനാൽ വധിക്കപ്പെട്ട രാജാവാരാണ്? ബിംബിസാരൻ. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം പുത്രനാൽ വധിക്കപ്പെട്ട രാജാവാരാണ്? ബിംബിസാരൻ. ആരാനാണ് വധിക്കപ്പെട്ടത്? അജാതശത്രു. കൂണികൻ എന്നറിയപ്പെട്ട രാജാവാരാണ്? അജാതശത്രു. ഓർമ്മിക്കണം, കൂണികൻ എന്നറിയപ്പെട്ട രാജാവാരാണ്? അജാതശത്രു. ബുദ്ധനും മഹാവീരനും സമാധിയായത് ഏത് രാജാവിൻ്റെ കാലത്താണ്? അജാതശത്രുവിൻ്റെ കാലത്ത്. ബുദ്ധനും മഹാവീരനും സമാധിയായത് ഏത് രാജാവിൻ്റെ കാലത്ത്? അജാതശത്രുവിൻ്റെ കാലത്ത്. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലത്താണ്? അജാതശത്രുവിൻ്റെ കാലത്ത്. ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലത്താണ്? അജാതശത്രുവിൻ്റെ കാലത്ത്. പാടലിപുത്രം എന്ന നഗരം പണികഴിപ്പിച്ച ഹരിയങ്ക രാജവംശൻ ആരാണ്? അല്ലെങ്കിൽ രാജവംശം ആരാണ്? ഏതാണ് അത്? ഹരിയങ്ക രാജവംശത്തിലെ പ്രസിദ്ധനായ അജാതശത്രുവാണ്. പാടലിപുത്രം പണികഴിപ്പിച്ചതാരാണ്? അജാതശത്രു. ശിശുനാഗ വംശം സ്ഥാപിച്ചതാണ്? ശിശുനാഗനാണ്. ശിശുനാഗ വംശം സ്ഥാപിച്ചതാണ് ശിശുനാഗൻ. ശിശുനാഗ വംശത്തിന് ശേഷം മഗധയിൽ ഭരണം നടത്തിയതാരാണ്? നന്ദവംശമാണ്. ഓർമ്മിക്കണം, ശിശുനാഗ വംശത്തിന് ശേഷം മഗധയിൽ ഭരണം നടത്തിയതാണ് നന്ദവംശം. നന്ദവംശത്തിൻ്റെ സ്ഥാപകനാരാണ്? മഹാപത്മനന്ദൻ. നന്ദരാജവംശത്തിലെ അവസാനത്തെ രാജാവ് ധനനന്ദൻ. നന്ദരാജവംശത്തിലെ അവസാനത്തെ രാജാവ് ധനനന്ദൻ. മഗധയിൽ ഭരണം നടത്തിയ ആദ്യ ക്ഷത്രിയ രാജവംശം ഏതാണ്? നന്ദരാജവംശം. മഗധയിൽ ഭരണം നടത്തിയ ആദ്യ ക്ഷത്രിയ രാജവംശം ഏതാണ്? നന്ദരാജവംശം. ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം നടന്നത് ഏത് രാജവംശത്തിൻ്റെ കാലത്തായിരുന്നു? നന്ദരാജവംശം. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണം ഏത് രാജവംശത്തിൻ്റെ കാലത്തായിരുന്നു? നന്ദരാജവംശം. അലക്സാണ്ടർ ഇന്ത്യ ആക്രമണ കാലത്ത് മഗധ ഭരിച്ചിരുന്ന നന്ദരാജാവാരാണ്? ധനനന്ദൻ. അലക്സാണ്ടറുടെ ഇന്ത്യൻ ആക്രമണ കാലത്ത് മഗധ ഭരിച്ചിരുന്ന നന്ദരാജാവാരാണ്? ധനനന്ദൻ. ധനനന്ദൻ്റെ മന്ത്രി പദവി വഹിക്കുകയും പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്താരാണ്? ചാണക്യനാണ്. ധനനന്ദൻ്റെ മന്ത്രി പദം വഹിക്കുകയും പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാൻ സഹായിക്കുകയും ചെയ്താരാണ്? ചാണക്യൻ. അലക്സാണ്ടർ ജനിച്ചത് BC 356 മാസഡോണിയ. ഓർമ്മിക്കണം, അലക്സാണ്ടർ ജനിച്ചത് BC 356 മാസഡോണിയ. അലക്സാണ്ടറിൻ്റെ ഗുരു ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ. ഓർമ്മിക്കേണ്ടത് സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അലക്സാണ്ടർ എന്നുള്ള കോഡ് പോലെ ഓർമ്മിക്കുക. അപ്പോൾ അലക്സാണ്ടറിൻ്റെ ഗുരു ആരാണ്? അരിസ്റ്റോട്ടിൽ. അലക്സാണ്ടർ പേർഷ്യൻ എന്നറിയുമ്പോൾ ഓർമ്മിക്കണം, അലക്സാണ്ടർ പേർഷ്യയിൽ അറിയപ്പെട്ട പേര് ഷഹൻഷാ. അലക്സാണ്ടർ പേർഷ്യൻ ഭാഷയിൽ പേർഷ്യയിൽ അറിയപ്പെട്ട പേര് ഷഹൻഷാ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം BC 326. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച വർഷം BC 326. അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ഏത് യുദ്ധത്തിലാണ്? ഹൈഡസ്പസ് യുദ്ധം. അലക്സാണ്ടറും പോറസും ഏറ്റുമുട്ടിയത് ഏത് യുദ്ധത്തിലാണ്? ഹൈഡസ്പസ് യുദ്ധം. ഹൈഡസ്പസ് യുദ്ധം നടന്ന വർഷം BC 326. ഏത് നദിയുടെ തീരത്ത് വെച്ചാണ്? ചലം നദിയുടെ തീരത്ത് വെച്ച്. അതുപോലെ ചലം യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? ഹൈഡസ്പസ് യുദ്ധം. അലക്സാണ്ടറിൻ്റെ കുതിരയുടെ പേര് ബ്യൂസിപാലസ്. ഓർമ്മിക്കണം, അലക്സാണ്ടറിൻ്റെ കുതിരയുടെ പേര് ബ്യൂസിപാലസ്. ഒരു കുതിരയ്ക്ക് എത്ര ടീത്ത് ഉണ്ട്? 44. കുതിരയെക്കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്ന പേര് ഹിപ്പോളജി. ഓർമ്മിക്കണം, ഒരു ഹോഴ്സ് പവർ ഈക്വൽ ടു എത്ര വാട്ട്സ് ആണ്? 746 വാട്ട്സ്. യന്ത്രങ്ങളുടെ പവർ അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഹോഴ്സ് പവറാണ്. ഈജിപ്തിൽ അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിച്ചാറാണ്? അലക്സാണ്ടറാണ്. ഓർമ്മിക്കണം, ഈജിപ്തിൽ അലക്സാണ്ട്രിയ എന്ന നഗരം സ്ഥാപിച്ചാറാണ് അലക്സാണ്ടർ. അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാണ്? തക്ഷശിലയിലെ രാജാവായ അംബി. അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാണ്? തക്ഷശിലയിലെ രാജാവായ അംബി. അലക്സാണ്ടർ ഇൻഡോ പാക് പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നത് സിക്കന്ദർ ഇ അസം. ഓർമ്മിക്കണം, അലക്സാണ്ടർ ഇൻഡോ പാക് പ്രദേശങ്ങൾ അറിയപ്പെട്ട പേര് സിക്കന്ദർ ഇ അസം. അലക്സാണ്ടറുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ആരായിരുന്നു? സെലൂക്കസ് നിക്കേറ്റർ. അലക്സാണ്ടറുടെ
ഇന്ത്യയിൽ ആദ്യ ജനറൽ ആരായിരുന്നു? സെലൂക്കസ് നിക്കേറ്റർ. അലക്സാണ്ടർ മരിച്ചത് BC 323 എവിടെ വെച്ചാണ്? ബാബിലോണിൽ വെച്ച്. ഓർമ്മിക്കണം, അലക്സാണ്ടർ അന്തരിച്ചത് BC 323 എവിടെ വെച്ച്? ബാബിലോണിൽ വെച്ച്. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഓർമ്മിക്കണം, സ്ഥാപിച്ചത് ഏത് വർഷം? BC 321. സ്ഥാപകന്റെ പേര് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ വംശത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? പാടലീപുത്രം. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് BC 321. കാലഘട്ടം BC 321 മുതൽ BC 185 വരെ. മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ രാജവംശത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? പാടലീപുത്രം. സെലൂക്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തിയ മൗര്യ രാജാവാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. സെലൂക്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തിയ മൗര്യ രാജാവാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജധാനിയിലേക്ക് സെലൂക്കസ് അയച്ച സ്ഥാനപതി ആരാണ്? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ രാജധാനിയിലേക്ക് സെലൂക്കസ് അയച്ച സ്ഥാനപതി ആരാണ്? മെഗസ്തനീസ്. മൗര്യ വംശ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെക്കുറിച്ച് വിവരണം നൽകുന്ന ഗ്രന്ഥമേതാണ്? ഇൻഡിക്ക. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമേതാണ്? ഇൻഡിക്ക. ഇൻഡിക്ക എന്ന ബുക്സ് രചിച്ചാറാണ്? മെഗസ്തനീസ്. ഓർമ്മിക്കണം, ഒരിക്കലും മറക്കാതെ ഓർമ്മിക്കേണ്ടതാണ്. ഇൻഡിക്ക എന്ന ബുക്സ് രചിച്ചാറാണ്? മെഗസ്തനീസ്. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയാറാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. കനേഷുമാരി സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. കനേഷുമാരി സമ്പ്രദായത്തിന് തുടക്കമിട്ട ഭരണാധികാരി ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. സുദർശന തടാകം പണികഴിപ്പിച്ചതാരാണ്? ഓർമ്മിക്കണം, സുദർശന തടാകം പണികഴിപ്പിച്ചതാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും ഗുരുവും ഉപദേഷ്ടാവുമായ വ്യക്തിയാണ് ചാണക്യൻ എന്നറിയപ്പെടുന്ന കൗടില്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയും ഉപദേഷ്ടാവുമായ വ്യക്തിയാരാണ്? ചാണക്യൻ. ചാണക്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ. ഓർമ്മിക്കണം, ചാണക്യന്റെ യഥാർത്ഥ പേര് വിഷ്ണുഗുപ്തൻ. കൗടില്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് ഭരണരീതിയും രാഷ്ട്രമീമാംസയും കുറിച്ചാണ്. പരീക്ഷയ്ക്ക് തിരിച്ചായിരിക്കും ചോദിക്കുന്നത്. അർത്ഥശാസ്ത്രം എന്തിനെക്കുറിച്ചൊക്കെയാണ് പ്രതിപാദിക്കുന്നത്? ഭരണനീതി, രാഷ്ട്രമീമാംസ. ഇന്ത്യയിൽ ആദ്യത്തെ രാഷ്ട്രതന്ത്ര കൃതി ഏതാണ്? അർത്ഥശാസ്ത്രമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ രാഷ്ട്രതന്ത്ര കൃതി ഏതാണ്? അർത്ഥശാസ്ത്രം. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? ശ്യാമശാസ്ത്രികൾ. അർത്ഥശാസ്ത്രം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാണ് ശ്യാമശാസ്ത്രി. ചന്ദ്രഗുപ്തന്റെ മന്ത്രിസഭ ഓർമ്മിക്കണം, മന്ത്രിസഭ അറിയപ്പെട്ട പേര് പരീക്ഷത്ത്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭ അറിയപ്പെട്ട പേര് പരീക്ഷത്ത്. ജൈനമതം സ്വീകരിച്ച ആദ്യ മൗര്യ ചക്രവർത്തിയാരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ജൈനമതം സ്വീകരിച്ച ആദ്യ മൗര്യ ചക്രവർത്തിയാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച ജൈനമത സന്യാസിയാരാണ്? ഭദ്രബാഹു. ചന്ദ്രഗുപ്ത മൗര്യനെ ജൈനമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ച ജൈനമത സന്യാസിയാരാണ്? ഭദ്രബാഹു. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. സ്വതന്ത്ര ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചക്രവർത്തിയാരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന നാളുകൾ കഴിച്ചുകൂട്ടിയതോടെയാണ് കർണാടകയിലെ ശ്രാവണ ബെലഗോള. ഓർമ്മിക്കണം, ശ്രാവണ ബെലഗോള എവിടെയെന്ന് BScക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്? കർണാടക. ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന നാളുകളിൽ കഴിച്ചുകൂട്ടിയവിടെയാണ് കർണാടകയിലെ ശ്രാവണ ബെലഗോള. ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്നാരാണ്? ബിന്ദുസാരൻ. ഓർമ്മിക്കണം, ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അധികാരത്തിൽ വന്ന ഭരണാധികാരിയാണ് ബിന്ദുസാരൻ. അമിത്രഖാത എന്നറിയപ്പെട്ടതാരാണ്? ബിന്ദുസാരൻ. ഓർമ്മിക്കണം, അമിത്രഖാത എന്നറിയപ്പെട്ടതാരാണ്? ബിന്ദുസാരൻ. ബിന്ദുസാരൻ്റെ രാജധാനിയിൽ സ്ഥാനപതിയെ അയച്ച സെലൂക്കസിൻ്റെ പുത്രനാണ് അന്ത്യോക്കസ്. ബിന്ദുസാരൻ്റെ രാജധാനിയിൽ സ്ഥാനപതിയെ അയച്ച സെലൂക്കസിൻ്റെ പുത്രൻ്റെ പേര് അന്ത്യോക്കസ്. അശോകൻ്റെ പിതാവിൻ്റെ പേര് ബിന്ദുസാരൻ. ഒരിക്കലും മറക്കാതെ ഓർമ്മിക്കണം, അശോകൻ്റെ പിതാവിൻ്റെ പേര് ബിന്ദുസാരൻ. ദേവനാം പ്രിയദർശി രാജ എന്നറിയപ്പെട്ട മൗര്യ രാജാവാരാണ്? അശോകൻ. ദേവനാം പ്രിയദർശി രാജ എന്നറിയപ്പെട്ട മൗര്യ രാജാവാരാണ്? അശോകൻ. അശോകൻ്റെ കാലത്ത് മൗര്യ ആധിപത്യം അംഗീകരിക്കാതിരുന്ന ഏക പ്രദേശം ഏതാണ്? കലിംഗ. കലിംഗ യുദ്ധം നടന്നത് BC 261. കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ സ്വീകരിച്ചത് എന്താണ്? ധർമ്മഘോഷം. കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ സ്വീകരിച്ചത് എന്താണ്? ധർമ്മഘോഷം. ധർമ്മ എന്ന ആശയങ്ങളുടെ സൃഷ്ടാവാരാണ്? അശോകനാണ്. ഓർമ്മിക്കണം, ധർമ്മ എന്ന ആശയങ്ങളുടെ സൃഷ്ടാവാരാണ് അശോകൻ. ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നവരാണ്? അശോകനാണ്. ഓർമ്മിക്കണം, ബുദ്ധമതത്തിൻ്റെ കോൺസ്റ്റന്റൈൻ എന്നറിയപ്പെടുന്നവരാണ് അശോകൻ. കലിംഗയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? ഒഡീഷ. ഓർമ്മിക്കണം, കലിംഗയുടെ ഇപ്പോഴത്തെ പേരെന്താണ്? ഒഡീഷ. ആരുടെ പ്രേരണയിലാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്? ഉപഗുപ്തൻ. ഓർമ്മിക്കണം, ആരുടെ പ്രേരണയിലാണ് അശോകൻ ബുദ്ധമതം സ്വീകരിച്ചത്? ഉപഗുപ്തൻ. മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് അശോകൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, മൂന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലത്ത്? അശോകൻ്റെ കാലത്ത്. ശ്രീലങ്കയിൽ ബുദ്ധമത പ്രചരണത്തിന് നിയോഗിച്ച അശോകൻ്റെ പുത്രൻ്റെ പേര് മഹേന്ദ്രൻ.
ശ്രീലങ്കയിൽ ബുദ്ധമത പ്രചരണത്തിന് നിയോഗിച്ച അശോകൻ്റെ പുത്രൻ്റെ പേര് മഹേന്ദ്രൻ. സിലോണിൽ ബുദ്ധമതം പ്രചരിപ്പിച്ച അശോകൻ്റെ മകളുടെ പേര് സംഘമിത്ര. സിലോണിൽ ബുദ്ധമതം സ്വീകരിപ്പിച്ച അല്ലെങ്കിൽ പ്രചരിപ്പിച്ച അശോകൻ്റെ മകളുടെ പേര് സംഘമിത്ര. അശോകൻ ബുദ്ധമതം പ്രചരണാർത്ഥം നേപ്പാളിലേക്ക് അയച്ചാറാണ് ചാരുമതി. അശോകൻ ബുദ്ധമത പ്രചരണാർത്ഥം നേപ്പാളിലേക്ക് അയച്ചാറാണ് ചാരുമതി. അശോകൻ ബുദ്ധമത പ്രചരണാർത്ഥം നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെടുന്നവർ ധർമ്മമഹാമാത്രന്മാർ. ഓർമ്മിക്കണം, അശോകൻ ബുദ്ധമത പ്രചരണത്തിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാർ അറിയപ്പെട്ട പേര് ധർമ്മമഹാമാത്രന്മാർ. ഇന്ത്യയിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ചാറാണ് അശോകനാണ്. ഇന്ത്യയിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ചതാരാണ് അശോകൻ. ശിലാശാസനങ്ങളിലൂടെ ജനങ്ങളോട് സംവദിച്ച ആദ്യ ചക്രവർത്തിയാരാണ് അശോകൻ. ശിലാശാസനങ്ങളിലൂടെ ജനങ്ങളോട് സംവദിച്ച ആദ്യ ചക്രവർത്തിയാരാണ് അശോകൻ. ശിലാശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിപി ഏതാണ്? ബ്രഹ്മിയാണ്. അശോകൻ്റെ ശിലാശാസ്ത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള ലിപി ഏതാണ്? ബ്രഹ്മി. അശോകൻ്റെ ശിലാശാസ്ത്രങ്ങൾ ആദ്യമായി വായിച്ച് മനസ്സിലാക്കിയതാരാണ്? ജെയിംസ് പ്രിൻസപ്പ്. അശോകൻ്റെ ശിലാശാസ്ത്രങ്ങൾ ആദ്യമായി വായിച്ച് മനസ്സിലാക്കിയതാണ് ജെയിംസ് പ്രിൻസപ്പ്. ശിലാലിഖിതങ്ങളിൽ പേരെടുത്ത് പറയുന്ന അശോകൻ്റെ ഏകപുത്രനാരാണ്? തിവാരൻ. ശിലാലിഖിതങ്ങളിൽ പേരെടുത്ത് പറയുന്ന അശോകൻ്റെ ഏകപുത്രൻ്റെ പേര് തിവാരൻ. അശോകൻ്റെ തൊട്ടടുത്ത പിൻഗാമിയായിരുന്നു കുനാലൻ. അശോകൻ്റെ തൊട്ടടുത്ത പിൻഗാമിയായിരുന്നു കുനാലൻ. ഇന്ത്യയിൽ ബുദ്ധമതത്തിന് പ്രചാരം ലഭിച്ചത് ആരുടെ കാലത്താണ്? അശോകൻ്റെ കാലത്ത്. ഇന്ത്യയിൽ ബുദ്ധമതത്തിന് പ്രചാരം ലഭിച്ചത് ആരുടെ കാലത്ത്? അശോകൻ്റെ കാലത്ത്. അശോകൻ അന്തരിച്ചത് BC 232. ഓർമ്മിക്കണം, അശോകൻ അന്തരിച്ചത് BC 232. അവസാനത്തെ മൗര്യ രാജാവാണ് ബൃഹദ്രഥൻ. ഓർമ്മിക്കണം, അവസാനത്തെ മൗര്യ രാജാവാണ് ബൃഹദ്രഥൻ. കൺവ വംശം സ്ഥാപിച്ചതാരാണ്? ഓർമ്മിക്കണം, വാസുദേവ കൺവ. കൺവ വംശം സ്ഥാപിച്ചവരാണ് വാസുദേവ കൺവ. കൺവ വംശത്തിലെ അവസാനത്തെ രാജാവാണ് സുസർമൻ. ഓർമ്മിക്കണം, കൺവ വംശത്തിലെ അവസാനത്തെ രാജാവാണ് സുസർമൻ. ശതവാഹന വംശം സ്ഥാപിച്ചവരാണ് സിമുഹൻ. ഓർമ്മിക്കണം, ശതവാഹന രാജവംശം സ്ഥാപിച്ചവരാണ് സിമുഹൻ. ശതവാഹന്മാർ അറിയപ്പെട്ട മറ്റൊരു പേരാണ് ആന്ധ്രാക്കർ അല്ലെങ്കിൽ ആന്ധ്രജന്മാർ എന്നറിയപ്പെട്ട രാജവംശം ഏതാണ്? ശതവാഹന രാജവംശം. ആന്ധ്രജന്മാരുടെ അല്ലെങ്കിൽ ശതവാഹനന്മാരുടെ തലസ്ഥാനോടെയാണ് ശ്രീകാകുളം അല്ലെങ്കിൽ പ്രതിഷ്ഠാനം. ശതവാഹനന്മാരുടെ തലസ്ഥാനോടെയാണ് ശ്രീകാകുളം അല്ലെങ്കിൽ പ്രതിഷ്ഠാനം. പ്രഗത്ഭനായ ശതവാഹന രാജാവാണ് ഗൗതമി പുത്ര ശതകർണി. ഓർമ്മിക്കണം, പ്രഗത്ഭനായ ശതവാഹന രാജാവാണ് ഗൗതമി പുത്ര ശതകർണി. പ്രമുഖ ശതവാഹന രാജാക്കന്മാർ ആരെല്ലാം? ഓർമ്മിക്കണം, ശതകർണി, യജ്ഞശ്രീ, പുലാമൈ. ഓർമ്മിക്കണം, പ്രമുഖനായ ശതവാഹന രാജാക്കന്മാർ ആരൊക്കെയായിരുന്നു? ശതകർണി, യജ്ഞശ്രീ. അവസാനത്തെ പ്രഗത്ഭനായ രാജാവാണ് യജ്ഞശ്രീയാണ്. ഇൻഡോ ഗ്രീക്കുകാർ എന്നറിയപ്പെട്ട, ഓർമ്മിക്കണം, ഇൻഡോ ഗ്രീക്കുകാരുടെ സ്ഥാപനം എന്നറിയപ്പെടുന്ന സെലൂക്കസ് നിക്കേറ്റർ. ഓർമ്മിക്കണം, സെലൂക്കസ് നിക്കേറ്റർ. ഏറ്റവും പ്രഗത്ഭനായ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി ആരായിരുന്നു? മെനാൻഡർ. ഏറ്റവും പ്രഗത്ഭനായ ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി ആരായിരുന്നു? മെനാൻഡർ. ശകവംശം സ്ഥാപിച്ചാരാണ്? മോഗ. ഓർമ്മിക്കണം, ശകവംശം സ്ഥാപിച്ചാരാണ്? മോഗ. ശകവംശത്തിൻ്റെ തലസ്ഥാനോടെയാണ് ഉജ്ജയിനി. ശകവംശം സ്ഥാപിച്ചാരാണ്? മോഗ. തലസ്ഥാനോടെയാണ് ഉജ്ജയിനി. ശുദ്ധ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആദ്യ ശാസനം ഏതാണ്? ഗിർനാർ ശാസനം. ഓർമ്മിക്കണം, ശുദ്ധ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ആദ്യ ശാസനം ഏതാണ്? ഗിർനാർ ശാസനം. വിക്രമവർഷം ആരംഭിച്ചത് ഓർമ്മിക്കണം, BC 58. വിക്രമവർഷം ആരംഭിച്ചത് BC 58. കുശാന വംശം സ്ഥാപിച്ചാരാണ്? കജുല കാഡ്ഫേസസ്. ഓർമ്മിക്കണം, കുശാന വംശം സ്ഥാപിച്ചാരാണ്? കജുല കാഡ്ഫേസസ്. UG വംശം എന്നറിയപ്പെട്ട രാജവംശം ഏതാണ്? കുശാന വംശം. ഓർമ്മിക്കണം, UG രാജവംശം എന്നറിയപ്പെട്ട രാജവംശമാണ് കുശാന വംശം. കുശാന വംശത്തിലെ പ്രമുഖനായ രാജാവാരാണ്? കനിഷ്കൻ. കുശാന വംശത്തിലെ പ്രമുഖനായ രാജാവാരാണ്? കനിഷ്കൻ. കനിഷ്കൻ്റെ തലസ്ഥാനോടെയാണ് പെഷവാർ അല്ലെങ്കിൽ പുരുഷപുരം. ഓർമ്മിക്കണം, കനിഷ്കൻ്റെ തലസ്ഥാനോടെയാണ് പെഷവാർ അല്ലെങ്കിൽ പുരുഷപുരം. ശകവർഷം ആരംഭിച്ചത് AD 78 ആരുടെ കാലത്ത്? ഓർമ്മിക്കണം, കനിഷ്കൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, ശകവർഷം ആരംഭിച്ചത് AD 78. ശകവർഷത്തിലെ 12 മാസങ്ങൾ ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രം, അശ്വനം, കാർത്തിക, അഗ്രഹായനം, പാർഷം, മാഘം, ഫാൽഗുൻ. ഇപ്പോൾ ശകവർഷത്തെ ദേശീയ കലണ്ടറെ അംഗീകരിച്ചത് 1957 മാർച്ച് 22. അപ്പോൾ ശകവർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസങ്ങൾ. ആദ്യ മാസം ചൈത്രം, അവസാന മാസം ഫാൽഗുനം. നമ്മൾ ശകവർഷം പഠിക്കുമ്പോൾ 12 മാസം ഓർമ്മിക്കണം. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രം, അശ്വനം, കാർത്തിക, അഗ്രഹായനം, പാർഷം, മാഘം, ഫാൽഗുനം. രണ്ടാം അശോകൻ എന്നറിയപ്പെട്ടത് ആരാണ്? കനിഷ്കനാണ്. അപ്പോൾ ശകവർഷം ആരംഭിച്ചത് AD 78.
ഗാന്ധാര കലാരീതി ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചതാരാണ്? കനിഷ്കനാണ്. ഓർമ്മിക്കണം, ഗാന്ധാര കലാരീതി അറിയപ്പെട്ട മറ്റു പേരാണ് ഇൻഡോ ഗ്രീക്ക്. അപ്പോൾ ഗാന്ധാര കലാരീതിയെ പ്രോത്സാഹിപ്പിച്ച കുഷാൻ രാജാവാരാണ്? കനിഷ്കൻ. ശ്രീബുദ്ധൻ്റെ രൂപം ആദ്യമേ നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവാരാണ്? കനിഷ്കനാണ്. ഓർമ്മിക്കണം, ശ്രീബുദ്ധൻ്റെ രൂപം ആദ്യമേ നാണയങ്ങളിൽ ആലേഖനം ചെയ്ത രാജാവാരാണ്? കനിഷ്കൻ. ഇന്ത്യയിൽ ആദ്യമേ സ്വർണ്ണ നാണയം കൊണ്ടുവന്നതാരാണ്? കുഷാനന്മാരാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ നാണയങ്ങൾ കൊണ്ടുവന്നാരാണ്? കുഷാനന്മാർ. 4ാം ബുദ്ധമത സമ്മേളനം നടന്നത് ആരുടെ കാലത്താണ്? കനിഷ്കൻ്റെ കാലത്താണ്. ഇനി നമുക്ക് ബുദ്ധമതത്തിൽ 2 വിഭാഗങ്ങളുണ്ട്, ഹീനയാനും മഹായാനും. അതിനകത്ത് നമ്മൾ 2 വ്യക്തികളും പഠിക്കണം, മഹാനായ കനിഷ്കനും ഹീനനായ അശോകനും. ഓർമ്മിക്കേണ്ടത് മഹായാന ബുദ്ധമതവും ഹീനയാന ബുദ്ധമതമുണ്ട്. അപ്പം മഹായാന കനിഷ്കനും മഹാനായ കനിഷ്കനും ഹീനനായ അശോകനും, കാരണം 2 വിഭാഗങ്ങൾ രണ്ടുപേരും സ്വീകരിച്ചിട്ടുണ്ട്. കനിഷ്കൻ്റെ രാജസദസ്സിനെ അലങ്കരിച്ച പണ്ഡിതന്മാരാരൊക്കെയായിരുന്നു? ഓർമ്മിക്കണം, നാഗാർജുനൻ. ഓർമ്മിക്കണം, നാഗാർജുനൻ, ചരകൻ, അശ്വഘോഷൻ, വസുമിത്രൻ, സുശ്രുതൻ. ഓർമ്മിക്കണം, ഇതിനകത്ത് പരീക്ഷയ്ക്ക് തിരിച്ച് ചോദിക്കാറുണ്ട്. ചരകൻ ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു? കനിഷ്കൻ. അശ്വഘോഷൻ ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു? അത് കനിഷ്കൻ്റെ കാലത്ത്. അപ്പോൾ കനിഷ്കൻ്റെ രാജസദസ്സിനെ അലങ്കരിച്ചിരുന്ന പണ്ഡിതന്മാർ ആരൊക്കെയായിരുന്നു? നാഗാർജുനൻ, ചരകൻ, അശ്വഘോഷൻ, വസുമിത്രൻ, സുശ്രുതൻ. കനിഷ്കൻ്റെ കാലത്ത് ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നിങ്ങനെ 2ആയി പിളർന്നു. ഓർമ്മിക്കണം, ആരുടെ കാലത്താണ് ബുദ്ധമതം 2ആയി പിളർന്നത്? കനിഷ്കൻ്റെ കാലത്ത്. അവസാനത്തെ കുഷാന രാജാവാരാണ്? വാസുദേവ്. വഗാടക വംശം സ്ഥാപിച്ചതാരാണ്? വിന്ധ്യാശക്തി. ഓർമ്മിക്കണം, വഗാടക രാജവംശം സ്ഥാപിച്ചതാണ് വിന്ധ്യാശക്തി. വഗാടക രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? വിദർഭ. വഗാടക രാജവംശം സ്ഥാപിച്ചതാണ് വിന്ധ്യാശക്തി. അതിൻ്റെ തലസ്ഥാനം എവിടെയായിരുന്നു? വിദർഭ. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചാരാണ്? ശ്രീഗുപ്തൻ. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യം സ്ഥാപിച്ചാരാണ് ശ്രീഗുപ്തൻ. പ്രാചീന ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. ഓർമ്മിക്കണം, പ്രാചീന ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടം. ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു? പ്രയാഗ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. ഗുപ്തന്മാരുടെ രാജകീയ മുദ്ര എന്തായിരുന്നു? ഗരുഡൻ. അപ്പോൾ ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനാണ് ശ്രീഗുപ്തൻ. പ്രാചീന ഇന്ത്യയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടം? ഗുപ്ത കാലഘട്ടം. ആദ്യ തലസ്ഥാനം എവിടെയായിരുന്നു? പ്രയാഗ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? സംസ്കൃതം. ഗുപ്തന്മാരുടെ രാജകീയ മുദ്ര എന്താണ്? ഗരുഡൻ. ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന രാജാവായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഓർമ്മിക്കണം, ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന രാജാവായിരുന്ന ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാരാണ്? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ അല്ലെങ്കിൽ റിയൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? ചന്ദ്രഗുപ്തൻ ഫസ്റ്റ്. മഹാരാജാതിരാജൻ എന്ന ബിരുദം സ്വീകരിച്ച ചന്ദ്രഗുപ്ത ഫസ്റ്റ്. മഹാരാജാതിരാജൻ എന്ന ബിരുദം സ്വീകരിച്ച രാജാവാണ് ചന്ദ്രഗുപ്ത ഫസ്റ്റ്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അധികാരം ഏറ്റെടുത്തതിൻ്റെ ഓർമ്മയ്ക്ക് AD 320 എന്തായിട്ട് ആചരിക്കുന്നു? ഗുപ്തവർഷം. ഓർമ്മിക്കണം, ഗുപ്തവർഷം. ഇത് ആരംഭിച്ചതാരാണ്? സമുദ്രഗുപ്തനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അധികാരം ഏറ്റെടുത്തതിൻ്റെ ഓർമ്മയ്ക്ക് AD 320 ഗുപ്തവർഷം ആരംഭിച്ചതാരാണ്? സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ, കവിരാജ എന്നീ പേരുകളിൽ അറിയപ്പെട്ട ഗുപ്ത രാജാവാരാണ്? സമുദ്രഗുപ്തനാണ്. ഇന്ത്യൻ നെപ്പോളിയൻ, കവിരാജ എന്നീ സ്ഥാനപ്പേരുകൾ അറിയപ്പെട്ട ഗുപ്ത രാജാവാരാണ്? സമുദ്രഗുപ്തൻ. വീണ വായിക്കുന്ന ഗുപ്ത രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തനാണ്. വീണ വായിക്കുന്ന ഗുപ്ത രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചാരാണ്? വിൻസെൻ്റ് സ്മിത്ത്. ഓർമ്മിക്കണം, സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചാരാണ്? വിൻസെൻ്റ് സ്മിത്ത്. സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏതാണ്? അലഹബാദ് ശിലാശാസനം. ഓർമ്മിക്കണം, അലഹബാദ് പ്രസിദ്ധി എന്നറിയപ്പെട്ട അലഹബാദ് ശിലാശാസനം. ഇപ്പോൾ സമുദ്രഗുപ്തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനം ഏതാണ്? അലഹബാദ് ശിലാശാസനം. അലഹബാദ് ശാസനം രചിച്ച സമുദ്രഗുപ്തൻ്റെ പ്രസിദ്ധനായ കവിയാരാണ്? ഹരിസേനാണ്. അലഹബാദ് ശാസനം രചിച്ച സമുദ്രഗുപ്തൻ്റെ പ്രസിദ്ധനായ കവിയാരാണ്? ഹരിസേനൻ. വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്നവരാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, വിക്രമാദിത്യൻ എന്നറിയപ്പെട്ടവരാണ് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ശകാരി എന്നറിയപ്പെട്ട ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡാണ്. ഓർമ്മിക്കണം, ശകാരി എന്നറിയപ്പെട്ട ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഉജ്ജയിനി തലസ്ഥാനമാക്കി ഭരിച്ച ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡാണ്. ഓർമ്മിക്കണം, ഉജ്ജയിനി തലസ്ഥാനമാക്കി ഭരിച്ച ഗുപ്ത രാജാവാരാണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. വിക്രമാദിത്യ വേതാളം. ഓർമ്മിക്കണം, കഥകളിയിലെ നായകൻ എന്നീ പേരുകൾ അറിയപ്പെട്ടത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, വിക്രമാദിത്യ വേതാളം, കഥകളിയിലെ നായകൻ എന്നീ പേരുകൾ അറിയപ്പെട്ടത് ചന്ദ്രഗുപ്ത സെക്കൻഡ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് പ്രസിദ്ധമായ ചൈനീസ് സഞ്ചാരിയായ ഭാഗ്യൻ ഇന്ത്യ സന്ദർശിച്ചത്. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കാറുണ്ട്. ഭാഗ്യൻ ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്ത്? ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലത്ത്. നവരത്നങ്ങൾ എന്ന പണ്ഡിത സദസ് ആരുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത സെക്കൻഡ്. ഓർമ്മിക്കണം, നവരത്നങ്ങൾ എന്ന പണ്ഡിത സദസ് ആരുടെ കാലത്ത്? ചന്ദ്രഗുപ്ത സെക്കൻഡിൻ്റെ കാലത്ത്. ചന്ദ്രഗുപ്തൻ രണ്ടാമനെ പ്രകീർത്തിക്കുന്ന ശിലാശാസനം ഏതാണ്? മെഹ്റോളി സ്തംഭം. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കുത്തബ് മിനാറിലാണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമനെ പ്രകീർത്തിക്കുന്ന ശിലാശാസനം ഏതാണ്? മെഹ്റോളി സ്തംഭം.
അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കുത്തപ്പിനാൽ. ചന്ദ്രഗുപ്തൻ്റെ സ്വരാഷ്ട്ര കവികൾ എന്നറിയപ്പെടുന്ന നവരത്നങ്ങൾ ആരൊക്കെയാണ്? കാളിദാസൻ, ശങ്കു, ധന്വന്തരി, ശപണകൻ, വരരുചി, ഘടകർപ്പരൻ, വേതാളഭട്ടൻ, അമരസിംഹൻ, വരാഹമിഹിരൻ. ഓർമ്മിക്കണം, നവരത്നങ്ങൾ ചന്ദ്രഗുപ്തൻ്റെ കാലത്തെ നവരത്നങ്ങൾ ആരൊക്കെയായിരുന്നു? കാളിദാസൻ, ശങ്കു, ധന്വന്തരി, ശപണകൻ, വരരുചി, ഘടകർപ്പരൻ, വേതാളഭട്ടൻ, അമരസിംഹൻ, വരാഹമിഹിരൻ. നളന്ദ സർവകലാശാല സ്ഥാപിച്ചാരാണ്? കുമാരഗുപ്തൻ. ഓർമ്മിക്കണം, നളന്ദ സർവകലാശാല സ്ഥാപിച്ചാരാണ്? കുമാരഗുപ്തൻ. നളന്ദ സർവകലാശാല നശിപ്പിച്ചതാരാണ്? ഭക്തിയാർ ഖിൽജി. നളന്ദ സർവകലാശാല നശിപ്പിച്ചതാരാണ്? ഭക്തിയാർ ഖിൽജി. ഗുപ്ത കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു സർവകലാശാല ഏതായിരുന്നു? തക്ഷശില. ഓർമ്മിക്കണം, ഗുപ്ത കാലഘട്ടത്തിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സർവകലാശാല ഏതായിരുന്നു? തക്ഷശില. ഏറ്റവും ഒടുവിലത്തെ ഗുപ്ത ചക്രവർത്തി ആരായിരുന്നു? സ്കന്ദഗുപ്തൻ. ഏറ്റവും ഒടുവിലത്തെ ഗുപ്ത ചക്രവർത്തിയായിരുന്നു സ്കന്ദഗുപ്തൻ. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങൾ പണിതത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടം. ഓർമ്മിക്കണം, അജന്ത എല്ലോറയിലെ ഗുഹാചിത്രങ്ങൾ പണിയിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടം. ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആയുർവേദ വാര്യന്മാർ ആരൊക്കെയായിരുന്നു? വാഗ്ഭടനും ധന്വന്തരിയും. ഓർമ്മിക്കണം, ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആയുർവേദ വര്യന്മാർ ആരൊക്കെയായിരുന്നു? വാഗ്ഭടനും ധന്വന്തരിയും. രാമായണം, മഹാഭാരതം, പഞ്ചതന്ത്ര തുടങ്ങിയ ഇന്നത്തെ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടം. രാമായണം, മഹാഭാരതം, പഞ്ചതന്ത്രം തുടങ്ങിയ ഇന്നത്തെ രൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടം. ഹൂണന്മാരെ പരാജയപ്പെടുത്തിയ രാജാവാണ്? സ്കന്ദഗുപ്തനാണ്. ഓർമ്മിക്കണം, ഹൂണന്മാരെ പരാജയപ്പെടുത്തുന്നവരാണ് സ്കന്ദഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ തകർച്ചയ്ക്ക് കാരണം ആരുടെ ആക്രമണമാണ്? ഹൂണന്മാരുടെ ആക്രമണം. ഓർമ്മിക്കണം, ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ആരുടെ ആക്രമണമാണ്? ഹൂണന്മാരുടെ ആക്രമണം. ഹൂണന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? സിയാൽഹോട്ട്. ഓർമ്മിക്കണം, ഹൂണന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? സിയാൽഹോട്ട്. കിഴക്കിൻ്റെ ആറ്റില എന്നറിയപ്പെടുന്ന ആരാണ്? മിഹിരകുലൻ. ഓർമ്മിക്കണം, കിഴക്കിൻ്റെ ആറ്റില എന്നറിയപ്പെടുന്നവരാണ് മിഹിരകുലൻ. ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ഹൂണന്മാർ പിൽക്കാലത്ത് അറിയപ്പെട്ട പേര് രജപുത്രന്മാർ. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ച ഹൂണന്മാർ പിന്നീട് അറിയപ്പെട്ട പേര് ഏത് പേരിൽ അറിയപ്പെട്ടു? രജപുത്രന്മാർ. താനേശ്വരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? പുഷ്യഭൂതി രാജവംശം. ഓർമ്മിക്കണം, താനേശ്വരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന രാജവംശം ഏതാണ്? പുഷ്യഭൂതി രാജവംശം. പുഷ്യഭൂതി രാജവംശത്തിലെ പ്രഗത്ഭന രാജാവാരാണ്? ഹർഷവർദ്ധനൻ. ഓർമ്മിക്കണം, പുഷ്യഭൂതി രാജവംശത്തിലെ പ്രഗത്ഭന രാജാവാരാണ്? ഹർഷവർദ്ധനൻ. ഹർഷന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? കനൗജ്. ഓർമ്മിക്കണം, ഹർഷന്റെ തലസ്ഥാനം എവിടെയാണ്? കനൗജ്. ശിലാദിത്യൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയാരാണ്? ഹർഷവർദ്ധനൻ. ഓർമ്മിക്കണം, പ്രീവിയസ് ആണ്. ശിലാദിത്യൻ എന്നറിയപ്പെട്ട ഭരണാധികാരിയാരാണ്? ഹർഷവർദ്ധനൻ. ബാണഭട്ടൻ ആരുടെ സദസ്യനായിരുന്നു? ഹർഷൻ. ഓർമ്മിക്കണം, ബാണഭട്ടൻ ആരുടെ സദസ്യനായിരുന്നു? ഹർഷവർദ്ധനൻ. ബാണഭട്ടൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗോപൻ. ഓർമ്മിക്കണം, ബാണഭട്ടൻ്റെ യഥാർത്ഥ പേര് വിഷ്ണുഗോപൻ. ബാണഭട്ടൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഹർഷചരിതം, പാർവതി പറഞ്ഞയും. ഓർമ്മിക്കണം, പാർവതി പറഞ്ഞയും, കാദംബരി. ഓർമ്മിക്കേണ്ടത് ഹർഷചരിതവും കാദംബരി ഒരിക്കലും മറക്കരുത്. ബാണഭട്ടൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? ഹർഷചരിതം, പാർവതി പരിണയം, കാദംബരി. ഹർഷൻ. ഓർമ്മിക്കണം, ഹർഷവർഷം ആരംഭിച്ചത് AD 606. ഓർമ്മിക്കണം, ഹർഷവർഷം ആരംഭിച്ചത് AD 606. ഹർഷവർദ്ധനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്ന ഹുയാൻ സാങ്ങിൻ്റെ കൃതി ഏതാണ്? സിയൂക്കി. ഓർമ്മിക്കണം, ഹർഷവർദ്ധനൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചീന സഞ്ചാരിയാണ് ഹുയാൻ സാങ്. ഹുയാൻ സാങ് ഹർഷവർദ്ധനെക്കുറിച്ച് കൂടുതൽ അറിയാൻ രചിച്ച കൃതി ഏതാണ്? സിയൂക്കി. സിയൂക്കി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഒരു ട്രാവലോഗ് അല്ലെങ്കിൽ ഓർമ്മിക്കണം യാത്രാ വിവരണ ഗ്രന്ഥം. ഹർഷന്റെ പ്രധാനപ്പെട്ട സാഹിത്യ കൃതികൾ ഏതൊക്കെയാണ്? പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദ. പരീക്ഷയ്ക്ക് തിരിച്ചായിരിക്കും. പ്രിയദർശിക, രത്നാവലി, നാഗാനന്ദ ആരുടെ കൃതികളാണ്? ഹർഷവർദ്ധനൻ. ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെട്ടതാരാണ്? ഹർഷവർദ്ധനൻ. ഓർമ്മിക്കണം, ഹിന്ദു കാലഘട്ടത്തിലെ അക്ബർ എന്നറിയപ്പെട്ടതാരാണ്? ഹർഷവർദ്ധനൻ. ഹുയാൻ സാങ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്ത്? ഹർഷന്റെ കാലത്ത്. ഓർമ്മിക്കണം, ഹുയാൻ സാങ് ഇന്ത്യ സന്ദർശിച്ചത് ആരുടെ കാലത്ത്? ഹർഷവർദ്ധനന്റെ കാലത്ത്. ക്ഷിപ്രകോപികൾ എങ്കിലും സത്യസന്ധരെന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചതാരാണ്? ഹുയാൻ സാങ് ആണ്. ഓർമ്മിക്കണം, ക്ഷിപ്രകോപികൾ എങ്കിലും സത്യസന്ധരെന്ന് ഇന്ത്യക്കാരെ വിശേഷിപ്പിച്ചതാരാണ്? ഹുയാൻ സാങ്. ഹർഷന്റെ പ്രധാനപ്പെട്ട ശത്രു ആരായിരുന്നു? ഗൗഡ രാജാവായ ശശാങ്കൻ. ഓർമ്മിക്കണം, ഹർഷന്റെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ശത്രു ആരായിരുന്നു? ഗൗഡയിലെ രാജാവായ ശശാങ്കൻ. ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജവംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് പുലികേശി സെക്കൻഡ്. ഓർമ്മിക്കണം, ഏത് നദിയുടെ തീരത്ത് വെച്ച്? നർമ്മദ തീരത്ത് വെച്ച് ഹർഷവർദ്ധനനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ വംശത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് പുലികേശി സെക്കൻഡ്. ഉത്തരേന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തിയാരാണ്? ഹർഷവർദ്ധനൻ. ഓർമ്മിക്കണം, ഉത്തരേന്ത്യ ഭരിച്ച അവസാനത്തെ ഹിന്ദു ചക്രവർത്തിയാരാണ്? ഹർഷവർദ്ധനൻ. പാല രാജവംശം സ്ഥാപിച്ചാരാണ്? ഗോപാലൻ. ഓർമ്മിക്കണം, പാല രാജവംശം സ്ഥാപിച്ചാരാണ്? ഗോപാലൻ. പാല വംശത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ നൽകുന്ന അറബി സഞ്ചാരിയാണ് സുലൈമാൻ. ഓർമ്മിക്കണം, പാല രാജവംശത്തെക്കുറിച്ച്
കൂടുതൽ അറിവ് നൽകുന്ന അറബി സഞ്ചാരിയാരാണ് സുലൈമാൻ. പാലവംശത്തിലെ പ്രമുഖ രാജാവാരാണ് ധർമ്മപാലൻ. ഓർമ്മിക്കണം, പാലവംശത്തിലെ പ്രമുഖ രാജാവാരാണ് ധർമ്മപാലൻ. നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് 200 ഗ്രാമങ്ങൾ നൽകിയ പാല രാജാവാരാണ് ധർമ്മപാലനാണ്. ഓർമ്മിക്കണം, നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് 200 ഗ്രാമങ്ങൾ നൽകിയ പാല രാജാവാരാണ് ധർമ്മപാലൻ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചാരാണ് ധർമ്മപാലനാണ്. ഓർമ്മിക്കണം, വിക്രമശില സർവകലാശാല സ്ഥാപിച്ചാരാണ് ധർമ്മപാലൻ. ബംഗാളിലെ സുവർണ കാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലത്താണ്? പാല രാജാക്കന്മാരുടെ കാലഘട്ടം. ഓർമ്മിക്കണം, ബംഗാളിൻ്റെ സുവർണ കാലം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? പാല രാജാക്കന്മാരുടെ കാലഘട്ടം. അവസാനത്തെ രാജാവാരാണ് ദേവപാലൻ. ഓർമ്മിക്കണം, അവസാനത്തെ രാജാവാരാണ് ദേവപാലൻ. പ്രതിഹാര വംശം സ്ഥാപിച്ചാരാണ് ഫോജൻ അല്ലെങ്കിൽ മിഹിര ഫോജൻ. ഓർമ്മിക്കണം, പ്രതിഹാര വംശം സ്ഥാപിച്ചാരാണ് മിഹിര ഫോജൻ. തലസ്ഥാനം എവിടെയാണ്? കനൗജ്. പ്രതിഹാര വംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? കനൗജ്. ആദിവരാഹൻ. ഓർമ്മിക്കണം, ആദിവരാഹൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച പ്രതിഹാര രാജാവാരാണ് ഫോജനാണ്. ഓർമ്മിക്കണം, ആദിവരാഹൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച പ്രതിഹാര രാജാവാരാണ് ഫോജൻ. മിഹിര ഫോജൻ്റെ കാലത്ത് അറബി സഞ്ചാരിയായ സുലൈമാൻ ഇന്ത്യയിലെത്തിയത് ഓർമ്മിക്കണം ആരുടെ കാലത്ത്? ചൗഹാന്മാരുടെ കാലത്ത്. മിഹിര ഫോജൻ്റെ കാലത്ത് അറബി സഞ്ചാരിയായ സുലൈമാൻ ഇന്ത്യയിലെത്തിയത് ഓർമ്മിക്കണം ചൗഹാന്മാരുടെ കാലത്ത്. പ്രധാനപ്പെട്ട ചൗഹാൻ ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. ഓർമ്മിക്കണം, പ്രധാനപ്പെട്ട ചൗഹാനായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. ഒന്നാം തറൈൻ യുദ്ധം 1191. ഓർമ്മിക്കണം, ഒന്നാം തറൈൻ യുദ്ധം 1191. മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. അടുത്ത് പൃഥ്വിരാജിനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയത് രണ്ടാം തറൈൻ യുദ്ധം 1192. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? രണ്ടാം തറൈൻ യുദ്ധം. ഒന്നാം തറൈൻ യുദ്ധം പ്രീവിയസ് സ്ഥിരം ചോദ്യമാണ്. 1191 മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുത്തി. രണ്ടാം തറൈൻ യുദ്ധം 1192 പൃഥ്വിരാജ് ചൗഹാനെയും മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? രണ്ടാം തറൈൻ യുദ്ധം. യുദ്ധങ്ങളിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി ഏതാണ്? ജൗഹാർ. ഓർമ്മിക്കണം, യുദ്ധങ്ങളിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതി അറിയപ്പെടുന്ന പേര് ജൗഹാർ. മുസ്ലിം ചരിത്രകാരന്മാർ പൃഥ്വിരാജ് ചൗഹാനെ വിശേഷിപ്പിച്ചത് റായി പിത്തോറ. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കും. റായി പിത്തോറ എന്നറിയപ്പെട്ട രാജാവാരാണ് പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയാരായിരുന്നു ചാന്ദ് ബർദായ്. ഓർമ്മിക്കണം, പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയാരായിരുന്നു ചാന്ദ് ബർദായ്. ഹിന്ദി സാഹിത്യത്തിന് തുടക്കം കുറിച്ച് എന്ന് കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പൃഥ്വിരാജ് രാസോ എന്ന് അറിയപ്പെടുന്ന എഴുതിയത് ചാന്ദ് ബർദയാണ്. ഓർമ്മിക്കണം, ഹിന്ദി സാഹിത്യത്തിന് തുടക്കം കുറിച്ച കൃതിയായി കണക്കാക്കപ്പെടുന്ന പൃഥ്വിരാജ് രാസോ എന്ന കൃതി രചിച്ചാരാണ് ചാന്ദ് ബർദായ്. ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവാരാണ് പൃഥ്വിരാജ് ചൗഹാൻ. ഓർമ്മിക്കണം, ഡൽഹിയിലെ അവസാനത്തെ ഹിന്ദു രാജാവാരാണ് പൃഥ്വിരാജ് ചൗഹാൻ. സംഘകാല സാഹിത്യം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന ഭാഷ ഏതാണ്? തമിഴ്. ഓർമ്മിക്കണം, സംഘകാല സാഹിത്യം എഴുതുവാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന ഭാഷ ഏതാണ്? തമിഴ്. തമിഴ് വ്യാകരണത്തെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ്? തൊൽക്കാപ്പിയം. ഓർമ്മിക്കണം, തമിഴ് വ്യാകരണത്തെക്കുറിച്ചുള്ള പുസ്തകം ഏതാണ്? തൊൽക്കാപ്പിയം. സംഘകാലത്ത് ആരാധിച്ചിരുന്ന പ്രധാനപ്പെട്ട ദൈവം ഏതാണ്? മുരുകൻ. ഓർമ്മിക്കണം, സംഘകാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ദൈവം ഏതാണ്? മുരുകൻ. ചേരന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? വാഞ്ചി. ഓർമ്മിക്കണം, ചേരന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? വാഞ്ചി. ചേരന്മാരുടെ പ്രധാനപ്പെട്ട തുറമുഖം ഏതാണ്? മുസുരീസ് എന്നറിയപ്പെട്ട കൊടുങ്ങല്ലൂർ. ചേരന്മാരുടെ പ്രധാന രാജാവാരായിരുന്നു ചേരം ചെങ്കുട്ടുവൻ. റെഡ് ചേരൻ എന്നറിയപ്പെട്ട ചേരൻ ചെങ്കുട്ടുവൻ. ചോള സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? തഞ്ചാവൂർ. ഓർമ്മിക്കണം, ചോളന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? തഞ്ചാവൂർ. ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കിയ ചോള രാജാവാരാണ്? രാജരാജ ചോളൻ. ഓർമ്മിക്കണം, ദക്ഷിണേന്ത്യ മുഴുവൻ കീഴടക്കിയ ചോള രാജാവാരാണ്? രാജരാജ ചോളൻ. തഞ്ചാവൂരിലെ ബൃഹത്തേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചതാണ് രാജരാജ ഫസ്റ്റ്. ഓർമ്മിക്കണം, തഞ്ചാവൂരിലെ ബൃഹത്തേശ്വര ക്ഷേത്രം നിർമ്മിച്ചതാണ് രാജരാജ ഫസ്റ്റ്. തഞ്ചാവൂരിലെ ബൃഹത്തേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചതാണ് രാജരാജ ഫസ്റ്റ്. ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടതാണ് രാജേന്ദ്ര ചോളൻ. ഓർമ്മിക്കണം, ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെട്ടതാണ് രാജേന്ദ്ര ചോളൻ. ചോളകാലത്തെ പ്രസിദ്ധനായ ഒരു കവിയായിരുന്നു കമ്പർ. ഓർമ്മിക്കണം, ചോളകാലത്തെ പ്രമുഖനായ ഒരു കവിയായിരുന്നു കമ്പർ. കമ്പർ രാമൻ രചിച്ചതാണ് കമ്പറാണ്. ഓർമ്മിക്കണം, കമ്പരാമൻ രചിച്ചതാണ് കമ്പർ. ചോളന്മാരുടെ പ്രധാന തുറമുഖം ഏതായിരുന്നു? കാവേരി പട്ടണം. ഓർമ്മിക്കണം, ചോളന്മാരുടെ പ്രധാന തുറമുഖം ഏതായിരുന്നു? കാവേരി പട്ടണം. ചോളന്മാരുടെ രാജകീയ മുദ്ര ഏതാണ്? കടുവ. ഓർമ്മിക്കണം, ചോളന്മാരുടെ രാജകീയ മുദ്ര ഏതാണ്? കടുവ. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? മധുര. ഓർമ്മിക്കണം, പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? മധുര. പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ഏതാണ്? ശുദ്ധജല മത്സ്യം. ഓർമ്മിക്കണം, പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്ര ഏതാണ്? ശുദ്ധജല മത്സ്യം. പാണ്ഡ്യശക്തിയെ ക്ഷയിക്കാൻ കാരണം ആരുടെ ആക്രമണം? ഓർമ്മിക്കണം, മാലിക് കഫൂർ. പാണ്ഡ്യശക്തി ക്ഷയിക്കാൻ കാരണം ആരുടെ ആക്രമണമായിരുന്നു? മാലിക് കഫൂർ. പാണ്ഡ്യന്മാരുടെ പ്രധാന തുറമുഖം ഏതാണ്? കോർക്കൈ. ഓർമ്മിക്കണം, പാണ്ഡ്യന്മാരുടെ പ്രധാന തുറമുഖം ഏതായിരുന്നു? കോർക്കൈ.
പാണ്ഡ്യന്മാരുടെ കാലത്ത് മധുര സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായിരുന്നു മാർക്കോ പോളോ. പാണ്ഡ്യകാലത്ത് മധുര സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയാണ് മാർക്കോ പോളോ. പല്ലവ രാജവംശം സ്ഥാപിച്ചവരാണ് സിംഹവിഷ്ണു. ഓർമ്മിക്കണം, പല്ലവ രാജവംശം സ്ഥാപിച്ചവരാണ് സിംഹവിഷ്ണു. പല്ലവന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? കാഞ്ചി. ഓർമ്മിക്കണം, പല്ലവന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? കാഞ്ചി. ഏറ്റവും ശക്തനായ പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ. ഓർമ്മിക്കണം, ഏറ്റവും ശക്തനായ പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ. മത്തവിലാസ പ്രഹസനം എന്ന ബുക്സ് രചിച്ചാണ് മഹേന്ദ്രവർമ്മൻ. ഓർമ്മിക്കണം, മത്തവിലാസ പ്രഹസനം എഴുതിയതാണ് മഹേന്ദ്രവർമ്മൻ. മഹാമല്ലൻ എന്നറിയപ്പെട്ട പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ. ഓർമ്മിക്കണം, മഹാമല്ലൻ എന്നറിയപ്പെട്ട പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ. മഹാബലിപുരത്തെ കൈലാസനാഥ ക്ഷേത്രം പണികഴിപ്പിച്ചാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ. ഓർമ്മിക്കണം, മഹാബലിപുരത്തെ കൈലാസനാഥ ക്ഷേത്രം പണികഴിപ്പിച്ചതാണ് നരസിംഹവർമ്മൻ രണ്ടാമൻ. ചാലൂക്യ വംശം സ്ഥാപിച്ചാണ് ജയസിംഹൻ. ഓർമ്മിക്കണം, ചാലൂക്യ വംശം സ്ഥാപിച്ചാണ് ജയസിംഹൻ. ചാലൂക്യന്മാരുടെ തലസ്ഥാനമാണ് PSC സ്ഥിരം ചോദ്യം. എവിടെയാണ് തലസ്ഥാനം? എവിടെയാണ്? വദാബി. ഐഹോൾ ശാസനം ആരാണ് എഴുതിയത്? രവികീർത്തി. ഓർമ്മിക്കണം, ഐഹോൾ ശാസനം എഴുതിയതാണ് രവികീർത്തി. പുലികേശി രണ്ടാമൻ്റെ സദസ്സിനായിരുന്ന പ്രമുഖ കവി ആരായിരുന്നു? രവികീർത്തി. ഓർമ്മിക്കണം, പുലികേശി രണ്ടാമൻ്റെ സദസ്സിനായിരുന്ന പ്രമുഖ കവിയായിരുന്നു രവികീർത്തി. ചാലൂക്യ വംശത്തിലെ ഏറ്റവും ശക്തനായ രാജാവാണ് പുലികേശി രണ്ടാമൻ. ഓർമ്മിക്കണം, ചാലൂക്യ വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവായിരുന്നു പുലികേശി രണ്ടാമൻ. അജന്ത എല്ലോറ ഗുഹാചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത് ആരുടെ കാലത്താണ്? പുലികേശി രണ്ടാമൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, അജന്ത എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ഗുഹാചിത്രങ്ങൾ വരച്ചത് ആരുടെ കാലത്താണ്? പുലികേശി രണ്ടാമൻ്റെ കാലത്ത്. രാഷ്ട്രകൂട വംശസ്ഥാപകനാരാണ്? ദണ്ഡി ദുർഗൻ. ഓർമ്മിക്കണം, രാഷ്ട്രകൂട വംശസ്ഥാപകനാരാണ്? ദണ്ഡി ദുർഗൻ. രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം എവിടെയാണ്? മാൻഹട്ട്. രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? മാൻഹട്ട്. രാഷ്ട്രകൂട രാജാക്കന്മാരുടെ പ്രമുഖനാരായിരുന്നു? അമോഘവർഷൻ. ഓർമ്മിക്കണം, രാഷ്ട്രകൂട രാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖനാരായിരുന്നു? അമോഘവർഷൻ. കവിരാജമാർഗം. ഓർമ്മിക്കണം, കവിരാജമാർഗം എന്ന ബുക്സ് രചിച്ചാണ് അമോഘവർഷൻ. ഓർമ്മിക്കണം, കവിരാജമാർഗം എന്ന ബുക്സ് രചിച്ചാണ് അമോഘവർഷൻ. എല്ലോറയിലെ പ്രസിദ്ധമായ ഗുഹാക്ഷേത്രമായ കൈലാസനാഥ ക്ഷേത്രം പണിയിച്ചാണ് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഫസ്റ്റ്. ഓർമ്മിക്കണം, എല്ലോറയിലെ പ്രസിദ്ധ ഗുഹാക്ഷേത്രമായ കൈലാസനാഥ ക്ഷേത്രം നിർമ്മിച്ചതാണ് രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഫസ്റ്റ്. കാകതീയ രാജവംശത്തിൻ്റെ ഓർമ്മിക്കണം, കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? വാറങ്കൽ. ഓർമ്മിക്കണം, വാറങ്കൽ ആസ്ഥാനമായി ഭരിച്ചിരുന്ന രാജവംശത്തിന് കാകതീയ രാജവംശം. കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനം വാറങ്കൽ ആക്കിയത് ആരാണ്? അല്ലെങ്കിൽ തലസ്ഥാനം മാറ്റിയതാണ് പ്രതാപരുദ്രൻ. ഓർമ്മിക്കണം, പ്രതാപരുദ്രൻ. കാകതീയ രാജവംശത്തിലെ പ്രഗത്ഭനായ രാജാവാണ് ഗണപതി. കാകതീയ രാജവംശത്തിലെ പ്രഗത്ഭനായ രാജാവാണ് ഗണപതി. ഹൊയ്സാല രാജവംശ സ്ഥാപകനാരാണ്? സാലൻ. ഓർമ്മിക്കണം, ഹൊയ്സാല രാജവംശ സ്ഥാപകനാരാണ്? സാലൻ. ഹൊയ്സാല രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ദ്വാരസമുദ്രം. ഓർമ്മിക്കണം, ഹൊയ്സാല രാജവംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ദ്വാരസമുദ്രം. അറബികളുടെ സിന്ധ് ആക്രമണം നടന്നത് AD 712. ഓർമ്മിക്കണം, അറബികളുടെ സിന്ധ് ആക്രമണം നടന്നത് AD 712. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിനെ നയിച്ചതാരാണ്? മുഹമ്മദ് ബിൻ കാസിം. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തെ നയിച്ചതാരാണ്? മുഹമ്മദ് ബിൻ കാസിം. അറബികൾ സിന്ധ് ആക്രമിക്കുമ്പോൾ സിന്ധിലെ രജപുത്ര രാജാവാണ്? ദാഹിർ. അറബികൾ സിന്ധ് ആക്രമിക്കുമ്പോൾ സിന്ധിലെ രജപുത്ര രാജാവാണ്? ദാഹിർ. AD 1000-നും 1027-നും ഇടയ്ക്ക് 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാരാണ്? മുഹമ്മദ് ഗസിൻ. AD 1000-നും 1027-നും ഇടയ്ക്ക് 17 തവണ ഇന്ത്യ ആക്രമിച്ച മുസ്ലിം ഭരണാധികാരിയാരാണ്? മുഹമ്മദ് ഗസിനി. മുഹമ്മദ് ഗസിനിയുടെ യഥാർത്ഥ പേര് ഓർമ്മിക്കണം, മുഹമ്മദ് ഗസിനിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഹാസിം. ഓർമ്മിക്കണം, അബ്ദുൽ ഹാസിം മുഹമ്മദ് ഗസിനി. മുഹമ്മദ് ഗസിനിയുടെ യഥാർത്ഥ പേര് അബ്ദുൽ ഹാസിം മുഹമ്മദ് ഗസിനി. മുഹമ്മദ് ഗസിനിയുടെ സന്തത സഹചാരിയായ ചരിത്രകാരനാരായിരുന്നു? അൽ ബറൂണി. മുഹമ്മദ് ഗസിനിയുടെ സന്തത സഹചാരിയായിരുന്ന ചരിത്രകാരനാരായിരുന്നു? അൽ ബറൂണി. മുഹമ്മദ് ഗസിനിയുടെ ഏറ്റവും പ്രസിദ്ധമായ ആക്രമണം ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമണം AD 1025. മുഹമ്മദ് ഗസിനിയുടെ സോമനാഥ ക്ഷേത്ര ഇൻവേഷണലിൽ ആക്രമണം AD 1025. മുഹമ്മദ് ഗസിനിയുടെ കൊട്ടാരം കവിയാരായിരുന്നു? ഫിർദൌസി. ഓർമ്മിക്കണം, മുഹമ്മദ് ഗസിനിയുടെ കൊട്ടാരം കവിയാരായിരുന്നു? ഫിർദൌസി. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടതാരാണ്? ഫിർദൌസിയാണ്. ഓർമ്മിക്കണം, പേർഷ്യൻ ഹോമർ എന്നറിയപ്പെട്ടാരാണ്? ഫിർദൌസി. ഷാനാമ എന്ന ഗ്രന്ഥം രചിച്ചാണ്? ഫിർദൌസിയാണ്. ഓർമ്മിക്കണം, ഷനാമ എന്ന ഗ്രന്ഥം രചിച്ചാണ്? ഫിർദൌസി. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യതാരാണ്? മുഹമ്മദ് ഗോറി. ഓർമ്മിക്കണം, ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യതാരാണ്? മുഹമ്മദ് ഗോറി.
ഓർമ്മിക്കണം, ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറ ഭാഗ്യതാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറിയുടെ ആദ്യകാല നാമം ഷിഹാബുദ്ദീൻ. ഓർമ്മിക്കണം, മുഹമ്മദ് ഗോറിയുടെ ആദ്യകാല നാമം ഷിഹാബുദ്ദീൻ. മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യമായി പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാൻ 1175. ഓർമ്മിക്കണം, മുഹമ്മദ് ഗോറി ഇന്ത്യയിൽ ആദ്യമായി പിടിച്ചടക്കിയ സ്ഥലം എവിടെയാണ്? മുൾട്ടാൻ എന്ന് പാകിസ്ഥാനാണ്, അന്ന് ഇന്ത്യയിലാണ് 1175. ഗോറി പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ ഭരണം നടത്താൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓർമ്മിക്കണം, മുഹമ്മദ് ഗോറി പിടിച്ചടക്കിയ പ്രദേശങ്ങളുടെ ഭരണം നടത്താൻ ചുമതലപ്പെടുത്തിയത് ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഗോറിയുടെ ആക്രമണകാലത്ത് ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. മുഹമ്മദ് ഗോറിയുടെ ആക്രമണകാലത്ത് ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം രണ്ടാം തറയിൽ യുദ്ധം 1192. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തറക്കല്ലിട്ട അല്ലെങ്കിൽ അടിത്തറയിട്ടത് ഏത് യുദ്ധം? രണ്ടാം തറയിൽ യുദ്ധം 1192. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപനായിരുന്നു ബക്തിയാർ ഖിൽജി. നളന്ദ സർവകലാശാല നശിപ്പിച്ച മുസ്ലിം സൈന്യാധിപനായിരുന്നു ബക്തിയാർ ഖിൽജി. ഒന്നാം തറയിൽ യുദ്ധം 1191, രണ്ടാം തറയിൽ യുദ്ധം 1192. ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം 1206 മുതൽ 1526 വരെ. ഇന്ത്യ ചരിത്രത്തിൽ ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടം 1206 മുതൽ 1526 വരെ. എത്ര രാജവംശങ്ങൾ അധികാരത്തിലിരുന്നു? 5. അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ഓർമ്മിക്കണം, ഡൽഹി സുൽത്താനേറ്റിൽ 5 രാജവംശങ്ങൾ: അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. അടിമവംശത്തിൻ്റെ കാലഘട്ടം 1206 1290. അടിമവംശത്തിൻ്റെ സ്ഥാപകൻ്റെ പേര് കുത്തബുദ്ദീൻ ഐബക്ക്. ഓർമ്മിക്കണം, അടിമവംശ സ്ഥാപകൻ കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം രാജവംശം സ്ഥാപിച്ചതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മുസ്ലിം രാജവംശം സ്ഥാപിച്ചതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഡൽഹി സുൽത്താൻമാർ അല്ലെങ്കിൽ ഡൽഹി സുൽത്താൻ ഭരണത്തിലെ ആദ്യ രാജവംശം ഏതാണ്? അടിമ രാജവംശം. ഓർമ്മിക്കണം, ഡൽഹി സുൽത്താൻ ഭരണത്തിലെ ആദ്യ രാജവംശം ഏതാണ്? അടിമ വംശം. ഇൽബാരി വംശം, മാമുലുക് വംശം എന്നീ പേരുകൾ അറിയപ്പെട്ട വംശം ഏതാണ്? അടിമ വംശം അല്ലെങ്കിൽ സ്ലേവ് ഡൈനസ്റ്റി എന്നറിയപ്പെട്ടത് ഏതാണ്? അടിമ വംശം. ലാഖ് ബക്ഷ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ലാഖ് ബക്ഷ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം ചെയ്യുന്നവൻ എന്നറിയപ്പെട്ട ഡൽഹി സുൽത്താനായിട്ടിലെ ഭരണാധികാരി ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. മുഹമ്മദ് ഗോറിയുടെ അടിമ ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക്. ഓർമ്മിക്കണം, മുഹമ്മദ് ഗോറിയുടെ അടിമ ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക്. അടിമ വംശത്തിലെ ആദ്യ ഭരണാധികാരി ആരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓർമ്മിക്കണം, അടിമ വംശത്തിലെ ആദ്യ ഭരണാധികാരി ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം രാജവംശമായി അറിയപ്പെടുന്നത് ഏതാണ്? അടിമ വംശം. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ആദ്യത്തെ മുസ്ലിം രാജവംശം എന്നറിയപ്പെടുന്നത് അടിമ വംശം. കുത്തബ് പണി കഴിച്ചത് ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്? ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക്. ഓർമ്മിക്കണം, കുത്തബ് പണി കഴിപ്പിച്ചത് ആരുടെ ഓർമ്മയ്ക്കായിട്ട്? ഖ്വാജ ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക്. അജ്മീറിലെ അർഖായി ദിൻക ചോബ്ര. ഓർമ്മിക്കണം, അജ്മീറിലെ അർഖായി ദിൻക ചോബ്ര. ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം എന്നീ പള്ളികൾ പണിയെടുത്തതാണ് കുത്തബുദ്ദീൻ ഐബക്കാണ്. അജ്മീറിലെ അർഖായി ദിൻക ചോബ്ര, ഡൽഹിയിലെ കുവത്തുൽ ഇസ്ലാം എന്നീ മോസ്കുകൾ പണികഴിപ്പിച്ചതാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണികഴിപ്പിച്ച ആദ്യ മന്ദിരം ഏതാണ്? കുവത്തുൽ ഇസ്ലാം മോസ്ക്. ഓർമ്മിക്കണം, ഇന്ത്യയിൽ ഇസ്ലാമിക രീതിയിൽ പണികഴിപ്പിച്ച ആദ്യ മന്ദിരം ഏതാണ്? കുവത്തുൽ ഇസ്ലാം മോസ്ക്. പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തു നിന്ന് വീണ് മരിച്ച അടിമ രാജാവാണ് കുത്തബുദ്ദീൻ ഐബക്ക്. പോളോ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുതിരപ്പുറത്തുനിന്ന് വീണ് മരിച്ച അടിമ രാജാവാണ് കുത്തബുദ്ദീൻ ഐബക്ക്. ചൗഹാൻ എന്നറിയപ്പെട്ട ഗെയിംസ് ഏതാണ്? പോളോയാണ്. ഓർമ്മിക്കണം, ചൗഹാൻ എന്നറിയപ്പെട്ട ഗെയിംസ് ഏതാണ്? പോളോ. ഒരു പോളോ ടീമിൽ എത്ര പേരാണ്? 4 പേര്. വാട്ടർ പോളിൽ ഒരു ടീമിൽ എത്രയാണ്? 7 പേരാണ്. കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. ഓർമ്മിക്കണം, കുത്തബ്മിനാറിൻ്റെ നിർമ്മാണം തുടങ്ങിയതാരാണ്? കുത്തബുദ്ദീൻ ഐബക്ക്. കുത്തബ്മിനാറിൻ്റെ പണി പൂർത്തിയാക്കിയതാരാണ്? ഇൽത്തുമിഷ്. അപ്പോൾ കുത്തബ്മിനാറിൻ്റെ പണി തുടങ്ങിയത് ഓർമ്മിക്കണം കുത്തബുദ്ദീൻ ഐബക്കും, പണി പൂർത്തിയാക്കിയതാരാണ്? ഇൽത്തുമിഷ്. ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ നാമം ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഓർമ്മിക്കണം, ഇൽത്തുമിഷിൻ്റെ യഥാർത്ഥ നാമം ഷംസുദ്ദീൻ ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ സ്ഥാപകനാരാണ്? ഇൽത്തുമിഷ്. ഡൽഹി സുൽത്താനേറ്റിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആരാണ്? ഇൽത്തുമിഷ്. ബാഗ്ദാദിലെ ഖലീഫ സുൽത്താൻ ഇ അസം എന്നീ ബഹുമതികൾ നൽകി ആദരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ്. ബാഗ്ദാദിലെ ഖലീഫ സുൽത്താൻ ഇ അസം എന്നീ ബഹുമതികൾ അറിയപ്പെട്ട അല്ലെങ്കിൽ ആദരിക്കപ്പെട്ട ഡൽഹി സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ്. അടിമകളുടെ അടിമ, ദൈവഭൂമിയിലെ സംരക്ഷകൻ, ഭഗവദാസന്മാരുടെ സഹായി എന്നീ പേരുകൾ അറിയപ്പെട്ടതാരാണ്? ഇൽത്തുമിഷ്. പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നത് അടിമകളുടെ അടിമ, ദൈവഭൂമിയിലെ സംരക്ഷകൻ,
ഭഗവത് ദാസന്മാരുടെ സഹായി എന്നീ പേരിൽ അറിയപ്പെട്ട സുൽത്താൻ രാജാവാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം തങ്ക. ഓർമ്മിക്കണം, ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം ഏതാണ്? തങ്ക. ഇൽത്തുമിഷ് പുറത്തിറക്കിയ ചെമ്പ് നാണയം ഏതാണ്? ജിറ്റാൾ. രണ്ടും അങ്ങോട്ടേക്ക് മാറിപ്പോരുത്. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം തങ്ക. ഇൽത്തുമിഷ് പുറത്തിറക്കിയ ചെമ്പ് നാണയം ഏതാണ്? ജിറ്റാൾ. ഇൽത്തുമിഷിൻ്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ നേതാവാരാണ് ചെങ്കിസ് ഖാൻ. ഓർമ്മിക്കണം, ഇൽത്തുമിഷിൻ്റെ കാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ നേതാവാരാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് 1221. ഇൽത്തുമിഷ് പുറത്തിറക്കിയ വെള്ളി നാണയം തങ്ക, ചെമ്പ് നാണയം ഏതാണ്? ജിറ്റാൾ. ഇൽത്തുമിഷിൻ്റെ ഭരണകാലത്ത് ഇന്ത്യ ആക്രമിച്ച മംഗോളിയൻ ഭരണാധികാരിയാണ് ചെങ്കിസ് ഖാൻ. ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിച്ചത് 1221. ഡൽഹി സുൽത്താൻമാരുടെ സദസ്യനായിരുന്ന സാഹിത്യകാരനാരാണ്? അമീർ ഖുസ്രു. ഓർമ്മിക്കണം, ഡൽഹി സുൽത്താൻമാരുടെ സദസ്യനായിരുന്ന സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. ഡൽഹി സിംഹാസനത്തിലെത്തിയ ആദ്യ വനിതാ ഭരണാധികാരിയാരാണ്? റസിയാന സുൽത്താൻ. ഓർമ്മിക്കണം, റസിയാന സുൽത്താൻ ആരായിരുന്നു? ഇൽത്തുമിഷിൻ്റെ ഒരേ മകൾ. ഇൽത്തുമിഷിൻ്റെ മകളായ റസിയാന സുൽത്താനയുടെ ഭരണകാലം 1236 1240. ഡൽഹി സിംഹാസനത്തിലെത്തിയ ആദ്യ വനിതാ ഭരണാധികാരി ആരായിരുന്നു? റസിയാന സുൽത്താന. റസിയാന സുൽത്താന ആരുടെ മകളായിരുന്നു? ഇൽത്തുമിഷും. റസിയാന സുൽത്താനെ വിവാഹം കഴിച്ചാറാണ് ഡൽഹിയിലെ ഫട്ടിൻഡ എന്ന സ്ഥലത്തെ ഗവർണറായിരുന്ന ആൽത്തൂനിയ. റസിയാന സുൽത്താനെ അമിത പ്രാധാന്യം നൽകിയ അബിസീനിയൻ അടിമ ആരായിരുന്നു? ജലാലുദ്ദീൻ യാക്കൂബ്. ഓർമ്മിക്കണം, റസിയാന സുൽത്താന അമിതമായ പ്രാധാന്യം നൽകിയ അബിസീനിയൻ അടിമ ആരായിരുന്നു? ജലാലുദ്ദീൻ യാക്കൂബ്. റസിയാന സുൽത്താനെ വിവാഹം കഴിച്ചത് ഓർമ്മിക്കണം ആൽത്തൂനിയ. ഓർമ്മിക്കണം, ആൽത്തൂനിയ. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെട്ട പേര് ചുവന്ന കൊട്ടാരം. ഓർമ്മിക്കണം, ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കൊട്ടാരം അറിയപ്പെട്ട പേര് ചുവന്ന കൊട്ടാരം. ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ. ഓർമ്മിക്കണം, ദൈവത്തിൻ്റെ പേര് പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടതാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. അടിവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആരാണ്? ബാൽബൻ. ഇരുമ്പും നിണവും എന്ന ആശയം കൊണ്ടുവന്നാരാണ്? ബാൽബൻ. ബാൽബൻ്റെ ഭരണകാലം 1266 മുതൽ 1287. ഉലുഖാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഡൽഹി രാജവംശത്തിലെ അല്ലെങ്കിൽ അടിമ വംശത്തിലെ പ്രമുഖനായ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഓർമ്മയാണ്, ഉലുഖാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച അടിമ രാജവംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരി ഗിയാസുദ്ദീൻ ബാൽബൻ. രാജകൊട്ടാരത്തിൽ ചിരിയും തമാശയും നിരോധിച്ച ഡൽഹി സുൽത്താനാരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. രാജകൊട്ടാരത്തിൽ ചിരിയും തമാശയും നിരോധിച്ച ഡൽഹി സുൽത്താനറ്റിലെ ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ഗിയാസുദ്ദീൻ ബാൽബൻ അമർച്ച ചെയ്ത 40 അംഗ പ്രഭുക്കന്മാർ ആരുപേരിൽ അറിയപ്പെടുന്നു? ചാലീസ്. ഓർമ്മിക്കണം, ഗിയാസുദ്ദീൻ ബാൽബൻ അമർച്ച ചെയ്ത 40 അംഗ പ്രഭുക്കന്മാർ ഏഴുപേരിൽ അറിയപ്പെടുന്നു? ചാലീസ്. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ദ്വൈത സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? മാധവാചാര്യർ. ഓർമ്മിക്കണം, മാധവാചാര്യർ ആടുറ സദസ്സിനായിരുന്നു, അത് ബാൽബൻ്റെ സദസ്സ്. ഓർമ്മിക്കണം, ഗിയാസുദ്ദീൻ ബാൽബൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ദ്വൈതമത സിദ്ധാന്ത സ്ഥാപകൻ ആരാണ്? മാധവാചാര്യർ. രാജാധികാരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഭരണാധികാരി ആരാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ. ഓർമ്മിക്കണം, രാജാധികാരം ദൈവദത്തമെന്ന് വിശ്വസിച്ചിരുന്ന ഡൽഹി സുൽത്താനറ്റിലെ രാജാവാണ് ഗിയാസുദ്ദീൻ ബാൽബൻ. ബാൽബൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നവിടെയാണ് മഹറോളി. ഓർമ്മിക്കണം, ബാൽബൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നവിടെയാണ് മഹറോളി. അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാരാണ്? കൈക്കോബാദ്. ഓർമ്മിക്കണം, അടിമവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാരാണ്? കൈക്കോബാദ്. അടിമവംശത്തിൻ്റെ കാലഘട്ടം 1206 1290. ഡൽഹി സുൽത്താനറ്റിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ LDC തിരുവനന്തപുരത്ത് ചോദിച്ചതാണ്. അതിൻ്റെ ഓർഡർ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ്, ലോധി. ഖിൽജി വംശത്തിൻ്റെ കാലഘട്ടം 1290 1320. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനാരാണ്? ജലാലുദ്ദീൻ ഖിൽജി. ഓർമ്മിക്കണം, ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകനാരാണ്? ജലാലുദ്ദീൻ ഖിൽജി. പ്രമുഖനായ ഭരണാധികാരിയാരാണ്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനറ്റിൽ പ്രഗത്ഭനായ ഒരു ഡൽഹി സുൽത്താനറ്റിലെ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി ഏത് രാജവംശമായിരുന്നു? ഖിൽജി രാജവംശം. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലിഗർ ഷേപ്പ്. ഓർമ്മിക്കണം, അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലിഗർ ഷേപ്പ്. തലസ്ഥാനം എവിടെയായിരുന്നു? ഡൽഹി. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാരാണ്? അമീർ ഖുസ്രു. അലാവുദ്ദീൻ ഖിൽജിയുടെ ആസ്ഥാന കവിയാരാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ നാമം അബുൾ ഹസൻ. ഓർമ്മിക്കണം, അമീർ ഖുസ്രുവിൻ്റെ യഥാർത്ഥ നാമം അബുൾ ഹസൻ. ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് അമീർ ഖുസ്രു. ഓർമ്മിക്കണം, ഉറുദു ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നവരാണ് അമീർ ഖുസ്രു. ക്യാമ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ക്യാമ്പ് ഭാഷ എന്നറിയപ്പെട്ട ലാംഗ്വേജ് ഏതാണ്? ഉറുദു ആണ്. ക്യാമ്പ് ലാംഗ്വേജ് അല്ലെങ്കിൽ ക്യാമ്പ് ഭാഷ എന്നറിയപ്പെട്ട ഭാഷ ഏതാണ്? ഉറുദു. തബല, സിത്താർ എന്നിവ കണ്ടുപിടിച്ചതാരാണ്? അമീർ ഖുസ്രു. ഓർമ്മിക്കണം, തബല, സിത്താർ എന്നിവ കണ്ടുപിടിച്ചാണ് അമീർ ഖുസ്രു. ഇന്ത്യയുടെ തത്ത അല്ലെങ്കിൽ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അമീർ ഖുസ്രു.
ഇന്ത്യയുടെ തത്ത അല്ലെങ്കിൽ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് അമീർ ഖുസ്രു. അമീർ ഖുസ്രുവിൻ്റെ പ്രണയ കാവ്യമാണ് ലൈല മജ്നു. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കും. ലൈല മജ്നു എഴുതിയതാണ് അമീർ ഖുസ്രു. കുത്തബ് മിനാറിൻ്റെ തെക്ക് ഭാഗത്തുള്ള അലൈ ദർവാസ, 1000 തൂണുകളുടെ കൊട്ടാരം, ഡൽഹിയിലെ സിരി ഫോർട്ട് എന്നിവ പണികഴിപ്പിച്ചാണ് അലാവുദ്ദീൻ ഖിൽജി. PSയുടെ റെഗുലർ ചോദ്യമാണ്. കുത്തബ് മിനാറിൻ്റെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന അലൈ ദർവാസ, 1000 തൂണുകളുടെ കൊട്ടാരം, ഡൽഹിയിലെ സിരി ഫോർട്ട് പണികഴിപ്പിച്ചാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമേ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയതാണ് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമേ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി. രണ്ടാം അലക്സാണ്ടർ എന്നും സിക്കന്ദർ ഇ സൈനി എന്നറിയപ്പെട്ടതാണ് അലാവുദ്ദീൻ ഖിൽജി. രണ്ടാം അലക്സാണ്ടർ എന്നും സിക്കന്ദർ ഇ സൈനി എന്നറിയപ്പെട്ടതാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമേ ഒരു ഹിന്ദു വനിതയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമേ ഒരു ഹിന്ദു വനിതയെ വിവാഹം ചെയ്ത മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജി വിവാഹം കഴിച്ചത് ആരെയാണ്? കമലാദേവി. ഓർമ്മിക്കണം, ഗുജറാത്തിലെ രാജാവിൻ്റെ വിധവയായ കമലാദേവി. പരീക്ഷയ്ക്ക് തിരിച്ചു ചോദിക്കുന്നുണ്ട്. കമലാദേവിയെ കല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ വിവാഹം കഴിച്ചതാണ് അലാവുദ്ദീൻ ഖിൽജി. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ ഡൽഹി സുൽത്താൻ അല്ലെങ്കിൽ ആദ്യ സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. തെക്കേ ഇന്ത്യ ആക്രമിച്ച ആദ്യ സുൽത്താൻ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി. തെക്കേ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയതാണ് മാലിക് കഫൂർ. അലാവുദ്ദീൻ ഖിൽജിയുടെ തെക്കേ ഇന്ത്യൻ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാലിക് കഫൂർ. മാലിക് കഫൂർ ആക്രമിച്ച ആദ്യ തെക്കേ ഇന്ത്യൻ നഗരം അല്ലെങ്കിൽ പ്രദേശം ഏതാണ്? ദേവഗിരിയാണ്. മാലിക് കഫൂർ ആക്രമിച്ച ആദ്യ തെക്കേ ഇന്ത്യൻ പ്രദേശം അല്ലെങ്കിൽ നഗരം ഏതാണ്? ദേവഗിരി. ദേവഗിരി ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ദൗലത്താബാദ്. ദേവഗിരി ഇപ്പോൾ അറിയപ്പെടുന്ന പേര് ദൗലത്താബാദ്. അലാവുദ്ദീൻ ഖിൽജി നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളാണ് തപാൽ സമ്പ്രദായം, മതേതര നയം, പിന്നെ മതേതരത്വ നയം, കമ്പോള നിയന്ത്രണം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ജാഗിർദാരി സമ്പ്രദായത്തിന് എതിരെ നടപടിയെടുത്ത ഡൽഹി സുൽത്താൻ ഏതാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. ഓർമ്മിക്കണം, ജാഗിർദാരി സമ്പ്രദായത്തിന് എതിരെ നടപടിയെടുത്ത ഡൽഹി സുൽത്താനാണ് അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ ആദ്യമേ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇന്ത്യയിൽ ആദ്യമേ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തിയ മുസ്ലിം ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഭൂനികുതി ചുമത്തുക, സൈനികർക്ക് ശമ്പളം പണമായി കൊടുക്കുക, പടയാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുക എന്നിവ നടപ്പിലാക്കിയതാണ് അലാവുദ്ദീൻ ഖിൽജിയാണ്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ഭൂനികുതി ചുമത്തുക, സൈനികർക്ക് ശമ്പളം പണമായി നൽകുക, പടയാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുക എന്നിവ നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഖിൽജി സുൽത്താനാരാണ് അല്ലെങ്കിൽ ഖിൽജി രാജവംശത്തിലെ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയുടെ അല്ലെങ്കിൽ ഓർമ്മിക്കണം, അലാവുദ്ദീൻ ഖിൽജി ചിത്തോറിൻ്റെ പേര് മാറ്റിയത് ഏത് പേരിലാണ്? ഹിസ്രാബാദ്. ഓർമ്മിക്കണം, അലാവുദ്ദീൻ ഖിൽജി ചിത്തോറിൻ്റെ പേര് മാറ്റിയത് ഏത് പേരിലാണ്? ഹിസ്രാബാദ്. ഏറ്റവും കുറച്ചു കാലം ഡൽഹി ഭരിച്ച സുൽത്താൻ വംശം ഏതാണ്? ഖിൽജി രാജവംശം. ഓർമ്മിക്കണം, ഏറ്റവും കുറച്ചു കാലം ഭരിച്ച സുൽത്താനായിട്ട് ഏതാണ്? അത് ഖിൽജി രാജവംശം. ഖിൽജി രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് മുബാരക് ഷാ. ഓർമ്മിക്കണം, ഖിൽജി വംശത്തിലേക്ക് നമുക്ക് ഓർമ്മ തന്നെയാണ് അലാവുദ്ദീൻ ഖിൽജി. ഖിൽജി രാജവംശത്തിൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചാറാണ് മുബാരക് ഷാ. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ പ്രമുഖമായിട്ടുള്ള രാജവംശങ്ങൾ അടിമ, ഖിൽജി, തുഗ്ലക്ക്, സെയ്ദ് ലോധി. അടിമ വംശം ഓർമ്മിന് 1206, 1290. ഖിൽജി വംശം 1290, 1320. തുഗ്ലക്ക് വംശം 1320, 1414. തുഗ്ലക്ക് വംശ സ്ഥാപകനാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, തുഗ്ലക്ക് വംശ സ്ഥാപകനാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേര് ഗാസി മാലിക്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ പേര് ഗാസി മാലിക്. വാറങ്കലിൻ്റെ പേര് സുൽത്താൻപൂർ എന്നാക്കിയതാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, വാറങ്കലിൻ്റെ പേര് സുൽത്താൻപൂർ എന്നാക്കിയതാരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. പൊതുജനങ്ങൾക്ക് വേണ്ടി കിണറുകളും കനാലുകളും നിർമ്മിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, പൊതുജനങ്ങൾക്ക് വേണ്ടി കിണറുകളും കനാലുകളും നിർമ്മിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരിയാണ് ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. പന്തൽ തകർന്നു വീണ് മരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, പന്തൽ തകർന്നു വീണ് അന്തരിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ഗിയാസുദ്ദീൻ തുഗ്ലക്ക്. തുഗ്ലക്ക് വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, തുഗ്ലക്ക് വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ജൂനാ ഖാൻ. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ യഥാർത്ഥ നാമം ജൂനാ ഖാൻ. ഇന്ത്യയിൽ ആദ്യമേ ടോക്കൺ കറൻസി സമ്പ്രദായം ആദ്യമേ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യയിൽ ആദ്യമേ ടോക്കൺ കറൻസി സിസ്റ്റം നടപ്പിലാക്കിയതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. സ്വർണ്ണ നാണയത്തിന് പകരം അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങൾ പ്രചരിപ്പിച്ചതാരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. സ്വർണ്ണ നാണയങ്ങൾക്ക് പകരം ചെമ്പ് നാണയങ്ങൾ ആദ്യമേ പ്രചരിപ്പിച്ചതാരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് ഇബൻ ബത്തൂത്ത എഴുതിയ ഗ്രന്ഥഭേദമാണ് സഫർനാമ. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച്
ഇബിൻ ബത്തൂത്ത എഴുതിയ ഗ്രന്ഥമേതാണ് സഫർനാമ. ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് വിൻസെന്റ് സ്മിത്ത്. ഓർമ്മിക്കണം, ബുദ്ധിമാനായ വിഡ്ഢി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് വിൻസെന്റ് സ്മിത്ത്. വൈരുദ്ധ്യങ്ങളുടെ സങ്കലനമെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് ലെയ്ൻ പൂൾ. ഓർമ്മിക്കണം, വൈരുദ്ധ്യങ്ങളുടെ സങ്കലനമെന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് ലെയ്ൻ പൂൾ. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അങ്ങനെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിച്ചാറാണ് എഡ്വേർഡ് തോമസ്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിച്ചാറാണ് എഡ്വേർഡ് തോമസ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരം ഏതാണ്? ജഹൻപാന. പരീക്ഷയ്ക്ക് തിരിച്ചായിരിക്കും ചോദ്യം. ജഹൻപാന പണിയേൽപ്പിച്ചാറാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് ഇബിൻ ബത്തൂത്ത. ഓർമ്മയിലും നിർഭാഗ്യവാനായ ആദർശവാദി എന്ന് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശേഷിപ്പിച്ചാറാണ് ഇബിൻ ബത്തൂത്ത. മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക് നാമ എന്ന ഗ്രന്ഥം രചിച്ചാണ് അമീർ ഹുസ്ൻ. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന തുഗ്ലക് നാമ എന്ന ഗ്രന്ഥം രചിച്ചാണ് അമീർ ഹുസ്രു. ദേവഗിരിക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നൽകിയ പുതിയ പേര് ദൗലത്താബാദ്. ഓർമ്മിക്കണം, ദേവഗിരിക്ക് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നൽകിയ പേര് ദൗലത്താബാദ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്കും പിന്നീട് ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്കും മാറ്റി. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്ക് തലസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയത്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്കും പിന്നീട് ദേവഗിരിയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റി. ഇന്ത്യയിൽ ആദ്യമേ കൃഷിക്കായി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച ഡൽഹി സുൽത്താനാരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഇന്ത്യയിൽ ആദ്യമേ കൃഷിക്കായി ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച സുൽത്താനാരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. സുൽത്താൻ ഭരണം ഭൂമി ശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്താണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, സുൽത്താൻ ഭരണത്ത് ഭൂമി ശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിച്ചത് ആരുടെ കാലത്ത്? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മേൽക്കോയ്മയോടുള്ള വെല്ലുവിളിയായി ഉടലെടുത്ത സാമ്രാജ്യം ഏതാണ്? ബാമിനി സാമ്രാജ്യം. ഓർമ്മിക്കണം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മേൽക്കോയ്മയോടുള്ള വെല്ലുവിളിക്കായി ഉടലെടുത്ത സാമ്രാജ്യം ഏതാണ്? ബാമിനി സാമ്രാജ്യം. ഹിന്ദുക്കളുടെ മേൽ ഏർപ്പെടുത്തിയ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയതാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓർമ്മിക്കണം, ഹിന്ദുക്കളുടെ മേൽ ഏർപ്പെടുത്തിയ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയതാരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇന്ത്യയിൽ കനാൽ ശൃംഖലയ്ക്ക് വിപുലമായ തോതിൽ പണികഴിപ്പിച്ച സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇന്ത്യയിൽ കനാൽ ശൃംഖല വിപുലമായ തോതിൽ പണികഴിപ്പിച്ച ഡൽഹി സുൽത്താൻ ആരാണ്? ഫിറോസ് ഷാ തുഗ്ലക്ക്. യമുന കനാൽ പണികഴിപ്പിച്ചാറാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓർമ്മിക്കണം, യമുന കനാൽ പണികഴിപ്പിച്ചാറാണ് ഫിറോസ് ഷാ തുഗ്ലക്ക്. തുഗ്ലക്ക് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? നസറുദ്ദീൻ മുഹമ്മദ്. തുഗ്ലക്ക് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണ്? നസറുദ്ദീൻ മുഹമ്മദ്. തിമൂർ ഇന്ത്യ ആക്രമിച്ചത് ആരുടെ കാലത്താണ്? മുഹമ്മദിൻ്റെ കാലത്ത്. ഓർമ്മിക്കണം, 1398. തിമൂർ ഇന്ത്യ ആക്രമിച്ചത് ആരുടെ കാലത്ത്? നാസറുദ്ദീൻ മുഹമ്മദിൻ്റെ കാലത്ത് 1398. ഖലീഫയുടെ പ്രതിപുരുഷനെന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ്. ഓർമ്മിക്കണം, ഖലീഫയുടെ പ്രതിപുരുഷനെന്ന് സ്വയം വിശേഷിപ്പിച്ച സുൽത്താൻ ആരാണ്? ഇൽത്തുമിഷ്. സെയ്ദ് രാജവംശത്തിൻ്റെ സ്ഥാപകനാരാണ്? കിസർ ഖാൻ. ഓർമ്മിക്കണം, സെയ്ദ് രാജവംശത്തിൻ്റെ സ്ഥാപകനാരാണ്? കിസർ ഖാൻ. സെയ്ദ് രാജവംശത്തിൻ്റെ കാലഘട്ടം 1414 1451. ഓർമ്മിക്കണം, സെയ്ദ് രാജവംശത്തിൻ്റെ കാലഘട്ടം 1414 1451. ലോധി വംശത്തിൻ്റെ കാലഘട്ടം 1451 1526. ഓർമ്മിക്കണം, ലോധി രാജവംശത്തിൻ്റെ കാലഘട്ടം 1451 1526. ലോധി രാജവംശത്തിൻ്റെ സ്ഥാപകനാരാണ്? ബഹുലാൽ ലോധി. ഓർമ്മിക്കണം, ലോധി രാജവംശ സ്ഥാപകനാരാണ്? ബഹുലാൽ ലോധി. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം അല്ലെങ്കിൽ പത്താൻ വംശം എന്നറിയപ്പെടുന്ന ഏതാണ്? ലോധി വംശം. ഇന്ത്യ ഭരിച്ച ആദ്യ അഫ്ഗാൻ വംശം അല്ലെങ്കിൽ പത്താൻ വംശം എന്നറിയപ്പെടുന്നതാണ് ലോധി വംശം. ലോധി വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി. ഓർമ്മിക്കണം, ലോധി വംശത്തിലെ പ്രഗത്ഭനായ ഭരണാധികാരിയാണ് സിക്കന്ദർ ലോധി. ആഗ്ര നഗരം സ്ഥാപിച്ചതാരാണ്? സിക്കന്ദർ ലോധി. ഓർമ്മിക്കണം, ആഗ്ര നഗരം സ്ഥാപിച്ചതാരാണ്? സിക്കന്ദർ ലോധി. സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയതാരാണ്? സിക്കന്ദർ ലോധിയാണ്. സുൽത്താനേറ്റിൻ്റെ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ആഗ്രയിലേക്ക് മാറ്റിയതാരാണ്? സിക്കന്ദർ ലോധി. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ഏതാണ്? ലോധി വംശം. ഡൽഹി ഭരിച്ച അവസാനത്തെ സുൽത്താൻ വംശം ഏതാണ്? ലോധി വംശം. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാരാണ്? ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാരാണ്? ഇബ്രാഹിം ലോധി.
ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭരണകാലത്തെ ഔദ്യോഗിക ഭാഷ ഏതാണ്? പേർഷ്യൻ. ഓർമ്മിക്കണം, ഡൽഹി സുൽത്താനേറ്റിലെ ഔദ്യോഗിക ഭാഷ ഏതാണ്? പേർഷ്യൻ ഭാഷ. ഡൽഹി സുൽത്താനേറ്റിൻ്റെ അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് യുദ്ധം 1526. ഓർമ്മിക്കണം, ഡൽഹി സുൽത്താനേറ്റിനും അന്ത്യം കുറിച്ച യുദ്ധം ഏതാണ്? ഒന്നാം പാനിപ്പട്ട് 1526. ആരൊക്കെ തമ്മിലായിരുന്നു? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാണ്? ദൗലത് ഖാൻ ലോധി. ഓർമ്മിക്കണം, ബാബറെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാരാണ്? ദൗലത് ഖാൻ ലോധി. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരനും ബുക്കനും. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ്റെ ബുക്ക. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഹരിഹരൻ ബുക്കനും. ഏത് വർഷം? 1336. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് നദിക്കരയിലാണ്? തുംഗഭദ്ര. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് നദിക്കരയിലാണ്? തുംഗഭദ്ര നദിക്കരയിൽ. ഹരിഹരൻ ബുക്കൻ എന്നിവരുടെ ഗുരു ആരായിരുന്നു? മാധവ വിദ്യാരണ്യൻ. ഓർമ്മിക്കണം, ഹരിഹരൻ്റെയും ബുക്കൻ്റെയും ഗുരു ആരായിരുന്നു? മാധവ വിദ്യാരണ്യൻ. വിജയനഗരത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയം ഏതാണ്? വരാഹം. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്വർണ്ണ നാണയം ഏതാണ്? വരാഹം. വിജയനഗരത്തിലെ പ്രധാന വരുമാനം എന്തായിരുന്നു? ഷിസ്തും എന്ന് ഓർമ്മിക്കണം, ഷിസ്ത് എന്ന നികുതി. വിജയനഗരത്തിലെ പ്രധാന വരുമാന മാർഗം എന്തായിരുന്നു? നികുതി എന്നറിയപ്പെട്ട ഷിസ്ത്. തലസ്ഥാനം എവിടെയായിരുന്നു? ഹംപി, കർണാടക. കാമ്പില എന്നറിയപ്പെട്ട പ്രദേശം ഏതാണ്? ഹംപി. ഓർമ്മിക്കണം, കാമ്പില എന്നറിയപ്പെട്ട പ്രദേശം ഏതാണ്? ഹംപി. സംഗമ, സലുവ, തുളുവ, അരവിട് എന്നീ 4 വംശങ്ങൾ ഉൾപ്പെട്ട രാജവംശം ഏതാണ്? വിജയനഗര സാമ്രാജ്യം. ഓർമ്മിക്കണം, സംഗമ, സലുവ, തുളുവ, അരവിട് എന്നീ 4 വംശങ്ങളിൽ ഉൾപ്പെട്ട രാജവംശം ഏതാണ്? വിജയനഗര സാമ്രാജ്യം. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ ഏത് വംശത്തിനായിരുന്നു? തുളുവ വംശം. കാലഘട്ടം 1509 മുതൽ 1529 വരെ. ഓർമ്മിക്കണം, വിജയനഗരത്തിലെ 4 പ്രധാനപ്പെട്ട വംശങ്ങൾ അതൊക്കെയായിരുന്നു? സംഗമ, സലുവ, തുളുവ, അരവിടു. അതിൽ കൃഷ്ണദേവരായർ ഏത് വംശത്തിനായിരുന്നു? തുളുവ. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ് അറിയപ്പെട്ട പേര് അഷ്ടദിഗ്ഗജങ്ങൾ. ഓർമ്മിക്കണം, അഷ്ടപ്രധാൻ ആരുടെ സദസ്സായിരുന്നു? ശിവജി. അഷ്ടദിഗ്ഗജൽ ആരുടെ പണ്ഡിത സദസ്സായിരുന്നു? കൃഷ്ണദേവരായർ. തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ കാലഘട്ടമാണ്? കൃഷ്ണദേവരായർ. ഓർമ്മിക്കണം, തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടം. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകൾ അറിയപ്പെട്ടതാരാണ്? കൃഷ്ണദേവരായരാണ്. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ എന്നീ പേരുകൾ അറിയപ്പെട്ടതാരാണ്? കൃഷ്ണദേവരായർ. രാമൻ ആരുടെ സദസ്സിനായിരുന്നു? കൃഷ്ണദേവരായർ. ഓർമ്മിക്കണം, തെന്നാലി രാമൻ ആരുടെ സദസ്സിനായിരുന്നു? കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായർ എഴുതിയ തെലുങ്ക് കാവ്യം ഏതാണ്? അമുക്ത മാല്ലിക. ഓർമ്മിക്കണം, കൃഷ്ണദേവരായർ എഴുതിയ തെലുങ്ക് കാവ്യം ഏതാണ്? അമുക്ത മാല്ലിക. ഇറ്റാലിയൻ സഞ്ചാരിയെ നിക്കോളോ കോണ്ടി വിജയനഗരം സന്ദർശിച്ചത് ആരുടെ കാലത്താണ്? ദേവരായർ ഫസ്റ്റ്. ഓർമ്മിക്കണം, ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ കോണ്ടി വിജയനഗരം സന്ദർശിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? ദേവരായർ ഫസ്റ്റ്. തളിക്കോട്ട യുദ്ധം നടക്കുമ്പോൾ വിജയനഗരത്തിലെ ഭരണാധികാരി ആരായിരുന്നു? സദാശിവരായർ. ഓർമ്മിക്കണം, തളിക്കോട്ട യുദ്ധം നടക്കുമ്പോൾ വിജയനഗരത്തിലെ ഭരണാധികാരി ആരായിരുന്നു? സദാശിവരായർ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിൻ്റെ സൈന്യത്തെ നയിച്ചതാരാണ്? രാമരായർ. ഓർമ്മിക്കണം, തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തെ നയിച്ചതാരാണ്? രാമരായർ. ഇബിൻ ബത്തൂത്ത തൻ്റെ രഖില എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിജയനഗരത്തിലെ രാജാവ് ആരാണ്? ഹരിഹരൻ ഒന്ന്. ഓർമ്മിക്കണം, ഇബിൻ ബത്തൂത്ത തൻ്റെ രഖില എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വിജയനഗരത്തിലെ ഏത് രാജാവിനെ കുറിച്ചാണ്? ഹരിഹര ഫസ്റ്റ്. വിജയനഗരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധം തളിക്കോട്ട യുദ്ധം 1564-65. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? വിജയനഗരവും ബാമിനി സാമ്രാജ്യം. ഓർമ്മിക്കണം, വിജയനഗര സാമ്രാജ്യവും ബാമിനി സാമ്രാജ്യം തമ്മിലുള്ള യുദ്ധമായിരുന്നു തളിക്കോട്ട യുദ്ധം. വിജയനഗരത്തിൻ്റെയും ബാമിനി വംശത്തിൻ്റെയും തർക്ക വിഷയത്തിന് പ്രദേശം ഏതായിരുന്നു? റൈച്ചൂർ. വിജയനഗരത്തിൻ്റെയും ബാമിനി വംശത്തിൻ്റെയും തർക്ക വിഷയമായിരുന്ന പ്രദേശം ഏതാണ്? റൈച്ചൂർ. ദേവരായർ രണ്ടാമൻ്റെ കാലത്ത് വിജയനഗരത്തിലെത്തിയ പേർഷ്യൻ സഞ്ചാരിയായിരുന്നു അബ്ദുൽ റസാഖ്. ദേവരായർ രണ്ടാമൻ്റെ കാലത്ത് വിജയനഗരത്തിലെത്തിയ പേർഷ്യൻ സഞ്ചാരിയായിരുന്നു അബ്ദുൽ റസാഖ്. കൃഷ്ണദേവരായരാൽ തോൽപ്പിക്കപ്പെട്ട ബിജാപ്പൂർ സുൽത്താനായിരുന്നു ഇസ്മായിൽ ആദിൽ ഷാ. ഓർമ്മിക്കണം, കൃഷ്ണദേവരായരാൽ തോൽപ്പിക്കപ്പെട്ട ബിജാപ്പൂർ സുൽത്താനായിരുന്നു ഇസ്മായിൽ ആദിൽ ഷാ. കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ. ഓർമ്മിക്കണം, കൃഷ്ണദേവരായരുടെ സമകാലികനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ബാബർ.
മുഗൾ സാമ്രാജ്യം ഓർമ്മിക്കണം. മുഗൾ സാമ്രാജ്യത്തിലെ സ്ഥാപകർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാബർ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മേൽക്കോയ്മയോടുള്ള വെല്ലുവിളിയായി ഉടലെടുത്ത സാമ്രാജ്യം ഏതാണ്? ബാമിനി സാമ്രാജ്യം ഓർമ്മിക്കണം. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ മേൽക്കോയ്മയോടുള്ള വെല്ലുവിളിയായി ഉടലെടുത്ത രാജവംശത്തിലെ സാമ്രാജ്യം ഏതാണ്? ബാമിനി സാമ്രാജ്യം. ബാമിനി സാമ്രാജ്യം സ്ഥാപിച്ചാണ് അലാവുദ്ദീൻ ബമൻ ഷാ ഓർമ്മിക്കണം. ബാമിനി സാമ്രാജ്യം സ്ഥാപിച്ചാണ് അലാവുദ്ദീൻ ബമൻ ഷാ. അലാവുദ്ദീൻ ബമൻ ഷാ സ്ഥാപിച്ച സാമ്രാജ്യം ഏതാണ്? ബാമിനി സാമ്രാജ്യം. തലസ്ഥാനം എവിടെയാണ്? ഗുൽബർഗ്. പരീക്ഷയുടെ സ്ഥിരം ചോദ്യമാണ്. ബാമിനി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഗുൽബർഗ്. വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് ഗവാൻ ഓർമ്മിക്കണം. വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെടുന്നതാണ് മുഹമ്മദ് ഗവാൻ. ഈ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക. ഇതിനകത്ത് ഏകദേശം നമ്മൾ ടോപ്പിക്കുകളും ഏകദേശം ഒരു ഓർഡറായിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ നമുക്ക് ഈ ടോപ്പിക്ക് വീണ്ടും നമ്മൾ ഒന്നേന്ന് എടുക്കുന്നതായിരിക്കും. ഒന്നേന്ന് എടുക്കുമ്പോൾ ഇതിനേക്കാളും മോർ ഡീറ്റെയിൽസ്, ഒരുപാട് ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി നമ്മൾ ഒരു ക്ലാസ് കൂടി നമ്മൾ ഇതിനകത്ത് തന്നെ ഇടും. കാരണം ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഈ ടോപ്പിക്ക് നമുക്ക് ഇത്രയും ചെറുതായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കല്ല, ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് കുറച്ചൊന്ന് ഈ ടോപ്പിക്ക് എന്നൊരു അടിസ്ഥാനം കിട്ടുന്നത്. അപ്പോൾ അടിസ്ഥാനത്തിന് വേണ്ടിയുള്ള നമ്മളൊരു ടോപ്പിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. കൃത്യമായിട്ട് കണ്ടിട്ട് നിങ്ങളൊരു 3-4 പ്രാവശ്യം റിപ്പീറ്റ് കാണുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഈ വീഡിയോ കാണുമ്പോൾ ഒരിക്കലും ഇതിനെ സ്കിപ്പ് ചെയ്ത് മാറാതെ എന്ന് ഓർമ്മിക്കണം. കാരണം ഇത് കറക്റ്റ് ഓർഡറായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്കൊരു വിജയത്തിനകത്ത് നിന്ന് ഉറപ്പായിട്ട് കിട്ടും. കാരണം ഇത് 100% പാഠപുസ്തകത്തിനാണ്, സ്കൂൾ ബുക്കിലെ പാഠപുസ്തകത്തിനകത്തുള്ള ടോപ്പിക്കാണ്. അതിന് കൃത്യമായിട്ട് കാണുക. ഓക്കെ, താങ്ക്സ്.